സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വിവിധ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഖതീബുമാരും മുദരിസുമാരുമായ പണ്ഡിത സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, വിവിധ മഹല്ല് ജമാഅത്തുകളിലെ ആദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാംഗന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം നാളെ ആഖിറത്തിൽ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളൊക്കെ പള്ളിയും മദ്രസയും സംഘടനയുമായി ബന്ധപ്പെട്ട് എളിയ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മൾ അത്ര ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ മദ്രസയുമായും പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത് ഒരു മഹാസൗഭാഗ്യമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മാർഗത്തിൽ നമ്മൾ എത്തിക്കാൻ കാരണക്കാരായ നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നവല്ലവരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് മൺമറഞ്ഞു പോയ നമ്മുടെ മഹാന്മാർ, അഭിവന്ദനായ ഞങ്ങളൊക്കെ വന്ദ്യരായ ഗുരുവര്യൻ കടങ്ങൽ ഉസ്താദ് അവർകൾ ഉൾപ്പെടെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമാണ് അള്ളാഹുവിന്റെ ദീനെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമല്ല. പുറത്തുള്ള ആളുകൾക്ക് തർക്കമുള്ളൂ. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിവിധ കക്ഷികൾ പൊട്ടിപ്പുറപ്പെട്ട് നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കക്ഷികളുടെ ആധിക്യം മനസ്സിലാക്കണമെങ്കിൽ മുജാഹിദിനെ മാത്രം ഈ ഗ്രൂപ്പുകൾ ഒന്ന് വിലയിരുത്തിയാൽ മതി. ഞാൻ കുറ്റം പറയുകയല്ല. മുജാഹിദിന്റെ ഔദ്യോഗിക ഒരു ഗ്രൂപ്പ് അവിടെ നിലവിലുണ്ട്, പുറത്തുണ്ട്. യുവജന വിഭാഗത്തിൽ മഹാഭൂരിപക്ഷം അണിനിരന്ന ജിന്ന് ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ട്. സംഘടന രൂപീകരിക്കൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സംഘടന രൂപീകരിച്ച സുബൈർ മൗലവി മംഗളയുടെ നേതൃത്വത്തിലുള്ള വേറൊരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസുകൾ പോലും ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ തള്ളിക്കളയണമെന്ന അപൂർവവാദം ഉന്നയിച്ച ഈ പ്രദേശത്തുകാരനായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി, അബ്ദുസലാം സുല്ലമി ഉൾപ്പെടെയുള്ള ആളുകൾ നയിക്കുന്ന വേറൊരു ഗ്രൂപ്പ് അപ്പുറത്തുണ്ട്. ഇവിടെ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂര് വഴിക്കടവ് വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്താൽ എടക്കര എത്തിയാൽ, ചുങ്കത്തറ എത്തിയാൽ ഒരു കോളേജിന്റെ ആ കോളേജിന്റെ ഇന്റർവെൽ സമയമാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പെൺകുട്ടികളെ കോളേജാണ്. നിറയെ മുഖം മറച്ച പെൺകുട്ടികൾ, പർദ്ദ ധരിച്ച് മുഖം നിറച്ച പെൺകുട്ടികൾ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ഇത്രമാത്രം ബീവിമാർ പുതിയതിറങ്ങിയോ എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അല്ല, മുജാഹിദിന്റെ ഗ്രൂപ്പാണ്. പണ്ടൊരു കാലത്ത് മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കുന്നതിന് പരിഹസിച്ചിരുന്ന, മുഖം തുറന്നിട്ട് പരസ്യമായി ദഅവത്തുമായി ആളുകൾക്കിടയിൽ ഇറങ്ങി നടന്ന് പ്രസംഗിച്ചിരുന്ന, ഈ മഞ്ചേരി നഗരത്തിലൂടെ പോലും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്ത്രീ പള്ളി പ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിയിരുന്ന മുജാഹിദിന്റെ പെൺകുട്ടികൾ പുതിയൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവർ മുഖം മറക്കൽ നിർബന്ധമാണെന്നപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഗ്രൂപ്പിന്റെ കോളേജാണ് കോളേജ്. ഈ മാതിരി എണ്ണിയാലൊടുങ്ങാത്ത ഗ്രൂപ്പുകൾ മുജാഹിദുകൾക്കിടയിൽ. ഇതൊക്കെ തമ്മിൽ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും വലിയ കൗതുകം ഞാനത് സൂചിപ്പിച്ചത്, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിലെ ഗ്രൂപ്പുകൾക്ക് പഞ്ഞമില്ല എന്നറിയിക്കാനാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ഗൗരവമായി വിലയിരുത്തേണ്ടത് ഇത് അള്ളാഹുവിന്റെ ദീനാണ്. രാഷ്ട്രീയ രംഗത്ത് ഒരു പക്ഷേ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ എങ്ങനെ സംഘടിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് വീക്ഷണ വൈകാത്യങ്ങൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടണമെന്നില്ല.
ദീനുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയല്ല. ദീനിന് കൃത്യമായ രൂപരേഖ നമുക്ക് മുമ്പിൽ വിശുദ്ധ ദീൻ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗം അംഗീകരിക്കുന്നവർ മാത്രമാണ് വിജയികൾ. ആ യഥാർത്ഥ മാർഗം ഉൾക്കൊള്ളണം, അംഗീകരിക്കണം, വിശ്വസിക്കണം. ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. യഥാർത്ഥ വിശ്വാസം, പിന്നെ സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവർ. ഒന്നാമത്തത് അല്ലദീന ആമനു, യഥാർത്ഥ ഈമാൻ, യഥാർത്ഥ വിശ്വാസം എന്ന ഘടകം. അപ്പൊ ഈ വിഷയത്തിൽ ഏറെ ജാഗ്രത നമുക്ക് വേണം എന്നാണ് എന്റെ അഭിവന്യരായ മഹല്ല് ജമാഅത്തിന് ഉത്തരവാദപ്പെട്ട ഉമറാക്കളുടെ, സുഹൃത്തുക്കളുടെ, പണ്ഡിതന്മാരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യം. ഇത് നിസ്സാര വിഷയമല്ല. ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. വേറെ എന്തൊക്കെ വിഷയത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയാകാം. ദീനിന്റെ യഥാർത്ഥ മാർഗം അത് അതേപടി നിലനിൽക്കണം, അംഗീകരണത്തിൽ വിട്ടുകൂടിയാൽ തയ്യാറാകണം. യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ പേരിൽ ഈ പറയുന്ന കക്ഷികളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇവരൊക്കെ പ്രസംഗിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വാചാരമായി പ്രസംഗിക്കും ഇതാ പ്രവാചക തിരുമേനി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് കിതാബുള്ള അള്ളാഹുവിന്റെ ഖുർആൻ, രണ്ട് സുന്നത്തു നബിഹി, തന്റെ പ്രവാചകരുടെ സുന്നത്ത്, നബിചര്യ അല്ലെങ്കിൽ ഹദീസ്. എല്ലാവരും അംഗീകരിക്കുന്നു ഖുർആനും ഹദീസുമാണ് ദീനിന്റെ പ്രമാണങ്ങൾ. നമ്മുടെ ചേകനൂർ പോലുണ്ടായിരുന്ന ഇടക്കാലത്ത് അപ്രത്യക്ഷനായി, പിന്നീട് വധിക്കപ്പെട്ടു, CBI വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു, പിന്നെ പ്രതികളെ കണ്ടെത്തി. ഈ കേസിലെ പ്രമാദമായ കേസിലെ കഥാപാത്രം മൗലവി ചേകനൂർ. ആള് നിസ്കാരം 3 വഖത്തേ ഉള്ളൂ എന്ന് അന്ന് വാദിച്ചാണ്. ആളെ പാർട്ടിക്കാർ ആളെ കാലശേഷം ഇപ്പൊ ഒരു വഖത്ത് നിസ്കാരമല്ല എന്ന് പുതിയ വാദം ആരോ മാസികയിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട നിസ്കാരം അങ്ങനെ നിസ്കാരമല്ല. മറ്റു നിസ്കാരം തന്നെ ഖുർആനിലൊക്കെ പറഞ്ഞ വേറെ പരിപാടിയാണ് വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞ വിഷയത്തിലെ മുഖ്യ കഥാപാത്രം മൗലവി ചേകനൂർ. അയാൾ പോലും അയാൾ ഒരുപാട് പുത്തൻ വാദങ്ങളുണ്ട്. നിസ്കാരം 3 വഖത്താന്ന് മാത്രമല്ല, അയാളാണ് പറഞ്ഞത് വിശുദ്ധ റമദാനിലെ നോമ്പ് നമ്മൾ കേരളീയർക്ക് നിർബന്ധമല്ല. കാരണം അതൊക്കെ പ്രവാചകനായ മുഹമ്മദ് നബി അറബികൾക്കാണ് നടപ്പാക്കിയത്. അറബികളെ പ്രത്യേകത ഈത്തപ്പഴവും ആട്ടിന്റെ മാംസവും ധാരാളം കഴിച്ച് കൊളസ്ട്രോൾ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. അത് ക്രമീകരിക്കാനും ലഘൂകരിക്കാനും ശാസ്ത്രീയമായ ചികിത്സ വർഷത്തിൽ 1 മാസം നോമ്പ്. പാവം പ്രവാചകനായ മുഹമ്മദ് നബി കേരളീയരായ മുസ്ലിങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഇയാൾ പ്രസംഗിച്ച കാലത്ത് കുറച്ച് ദാരിദ്ര്യം കൂടുതലുള്ള കാല. ഈ മത്തിയും കപ്പയും നിന്ന് ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിമാരായ മുസ്ലിമുകളെ കണ്ടെങ്കിൽ 1 മാസം പോയിട്ട് 1 ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കുമായിരുന്നില്ല. ഇത് പറഞ്ഞ ചേകനൂർ മൗലവി. ഈ മൗലവിക്ക് പോലും തെളിവ് ഖുർആനും സുന്നത്തുമാണ് എന്നല്ലാതെ സംഘടനയുടെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, ഖുർആനും ഹദീസിനും പ്രാമുഖ്യം നൽകുന്ന സംഘടന. അപ്പൊ എല്ലാ വിഭാഗത്തിലും തെളിവ് ഖുർആനും ഹദീസുമാണ്. പിന്നെ എവിടെയാണ് ഈ സത്യത്തിന്റെ മാനദണ്ഡം? എന്താണ്? നമ്മൾ എങ്ങനെയാണ് സത്യത്തെ കണ്ടെത്തുക? നമ്മൾ ടോട്ടലി കൺഫ്യൂഷനാണല്ലോ, ആശയക്കുഴപ്പം. ഇവരൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നത്, ഈ മൈക്കും കെട്ടി പ്രസംഗിക്കുന്നത്, ലഘുലേഖ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു തരുന്നത്, ഇവരൊക്കെ ആനുകാലികങ്ങൾ എഴുതുന്നത് ഖുർആന്റെ അർത്ഥമാണ്, ഹദീസിന്റെ അർത്ഥമാണ് എന്നൊക്കെയാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ എതിർക്കുന്നതും അവരെ ഓരോ ഗ്രൂപ്പിന്റെ ആശയങ്ങളും സ്ഥിരീകരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ ഒരു സത്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക. അതിനെതിരായ പുതിയ തെളിവുകൾ കിട്ടിയാൽ മാത്രം ഞാനുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമായി ബന്ധപ്പെടാം. കറക്റ്റാണ്. പാർട്ടികളും ഗ്രൂപ്പുകളുമായി ഖുർആനും ഹദീസും വെച്ച് പ്രവർത്തിക്കുന്നത് അത് പറയാം. ഖുർആനും ഹദീസിനുള്ള മദ്രസയിലെ പാഠപുസ്തകം പോലെയല്ല. മദ്രസയിലെ പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർദുകൾ 14 നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്. വുദുവിന്റെ ഫർദുകൾ 6 നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കാറില്ല. ഈ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ മദ്രസയിലെ പാഠപുസ്തകം പോലെയല്ല, അല്ലെങ്കിൽ സ്കൂളിലെ പാഠപുസ്തകം പോലെയല്ല. സ്കൂളിലെ പാഠപുസ്തകം കൃത്യമായി ആ ലെസണിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി 1 by 1 എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സംശയത്തിനും തർക്കത്തിനും ചാൻസ് ഇല്ല.
ഖുർആൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ ഖുർആൻ എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായ സംക്ഷിപ്തമായ ഒരു കൊച്ചു ഗ്രന്ഥമാണ്. ആശയം ഒരുപാടുണ്ട്. എത്രത്തോളത്തെ വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ, നമുക്കറിയാം അവസാനത്തെ സൂറത്തുൻ നാസ്. ഈ ഫാത്തിഹന്റെ തുടക്കം മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആൻ മുഴുവൻ ആയത്തോതിയാൽ പോലും ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ എണ്ണം പോലും ഖുർആൻ നേർക്കുന്നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ പഴുതില്ലാത്തവരെ നിസ്കാരത്തിന്റെ എണ്ണം 5 എണ്ണമാണ്. എന്നിട്ടല്ലേ ഫർദും ശർത്തും. അത് ഖുർആനില്ല. ഇന്ന ഖുർആനില്ലേ? പച്ചയെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നേരെ മറിച്ച് നമ്മൾ മഞ്ചേരി ബുക്ക് സ്റ്റാൾ പോയിട്ട് നിസ്കാരം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം ഒരു 10-35 ഉറുപ്പിക കൊടുത്ത് വാങ്ങിയാൽ ആ ഫർദും ഷർത്തും നിസ്കാരത്തിന്റെ എണ്ണം ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തെ പ്രമാണം ഹദീസാണ്. സുന്നത്ത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഈ നബി വചനങ്ങൾ ഹദീസുകൾ നമ്മൾ സമഗ്രമായി വിലയിരുത്തിയാൽ ഓരൊറ്റ ഹദീസിനും നിസ്കാരത്തിലെ ഫർദുകൾ, ഷർത്തുകൾ, അബ്ആൽ സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് ഇങ്ങനെ വകതിരിച്ച് വേർതിരിച്ച് പറഞ്ഞിട്ടേ ഹദീസെല്ലാം ഇങ്ങനെ നബി തങ്ങളുടെ ജീവിതം പകർത്തേക്കുക. തങ്ങൾ ഒരിക്കൽ മഗ്‌രിബ് നിസ്കരിച്ചു, അല്ലാഹു അക്ബർ പറഞ്ഞു, പിന്നെ വജ്ഹത്ത് ഓതി, പിന്നെ ഫാത്തിഹ ഓതി, പിന്നെ സൂറത്ത് തൂർ ഓതി, പിന്നെ അല്ലാഹു സുബ്ഹാന റബ്ബിയൽ അസീം പറഞ്ഞു, ചില വബിഹംദിഹി കൂട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കണ്ട സംഭവം അതേമാതിരി പകർത്തി വെച്ചിട്ട. ഇതിന് വജ്ഹത്തു ഏതാണ്? ഏത് സുന്നത്താ? ഹൈആത്ത് സുന്നത്താ, അബ്ആൽ സുന്നത്താ? ഫാത്തിഹ ഫർളാണോ അതോ സുന്നത്താണോ? ഈ സൂറത്തോതൊരു ഫർളാണോ സുന്നത്താണോ അബ്ആലാണോ ഹൈആത്താണോ? അങ്ങനൊന്നും ഹദീസിൽ എവിടെ നോക്കിയാലും കാണൂല. നമ്മൾ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട കാര്യം ഖുർആനും സുന്നത്ത് പോരെ, ഖുർആനും സുന്നത്ത് പോരെ ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മക്കൂടേതാ ഹദീസും എല്ലാം പരിശോധിച്ചാലും ഈ നിസ്കാരത്തിന്റെ ഫർള് ഷർത്ത് അബ്ആൽ സുന്നത്ത് ഹൈആത്ത് സുന്നത്ത് പോലും വകതിരിച്ച് വേർതിരിച്ച് അതിന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ആ ഖുർആനും ഹദീസും വെച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കാം? ഖുർആനും ഹദീസും മാത്രം മതി എന്ന് പറഞ്ഞ ഈ മുജാഹിദും ഈ ജമാഅത്തും ഈ പാർട്ടികളൊക്കെയും തന്നെ നമ്മുടെ മദ്ഹബിന്റെ കിതാബനുസരിച്ച് അമൽ ചെയ്യുന്നത്. അതിൽ ചിലത് മാറ്റി പറയാൻ മാത്രം. മദ്ഹബുകളില്ലാതെ ഇവിടെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ ഖുർആനും ഹദീസും അതൊന്നും ഇല്ലാത്തത്. ഖുർആനും ഹദീസ്, ഖുർആൻ അള്ളാന്റെ കലാമ, അള്ളാന്റെ വചനം, വല്ലാത്തൊരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ദുനിയാവിൽ അള്ളാന്റേതെന്ന് പറയാൻ പറ്റിയ ഒറ്റ സാധനം ഖുർആനുണ്ട്. മഹാവിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ, ആശ്ചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിബിഡമായ അത്യത്ഭുതകരമായ അപൂർവമായ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനുമായി പരമാവധി ബന്ധപ്പെടാൻ ജീവിതത്തിൽ ശ്രമിച്ചോ അത് വല്ലാത്ത ഭാഗ്യ. ആ ഖുർആൻ നമ്മളൊപ്പം ഖബറിലും എവിടെയും കൂട്ടിനുണ്ടാവും. കാരണം അള്ളാന്റെ കലാമാണ്. ഖുർആനെ വിമർശിക്കാൻ വസ്തു ലോകത്തിന് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെ തന്നെ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുക. കൊച്ചു വാങ്ങല ആയോട് നിൽക്കുന്നു. അപ്പൊ ഈ ഖുർആനും ഹദീസും അപൂർണ്ണാണ്. എല്ലാം ഇല്ലേ? ഇല്ല. നമ്മൾ അപ്പിച്ചു തന്നു ലോകത്ത് സകലമായ വസ്തുക്കളെയും വിശദാംശങ്ങൾ ഖുർആനിലുണ്ട്, എല്ലാം ഹദീസുണ്ട്. നിസ്കാരത്തിന്റെ എണ്ണമുണ്ട്, ഫർളുണ്ട്, ഷർത്തുണ്ട്, അബ്ആൽ സുന്നത്തുണ്ട്, ഹൈആത്ത് സുന്നത്തുണ്ട്, ഒക്കെ ഡീറ്റെയിൽ ആയി ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. എന്നാ പിന്നെ എവിടെ? അതിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുക. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ആശയം വരണം. എന്താ ഖുർആന്റെ ആയത്തിന്റെ ആശയം? അത് ഇങ്ങനെ കിട്ടും. ആ വാക്ക് ഇങ്ങോട്ട് മുന്തിച്ചു വെച്ചതുകൊണ്ട് ഈ അർത്ഥം കിട്ടും, ഈ വാക്ക് പിന്തിച്ചതുകൊണ്ട് ഈ ആശയം കിട്ടും. ഇങ്ങനെ മസ്അല എടുക്കണം. അങ്ങനെ മസ്അലകൾ ക്രോഡീകരിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഖുർആന്റെ ഓരോ ആയത്തും ഇറങ്ങുന്നതിന് ദൃക്സാക്ഷികളായ നബിത്തങ്ങൾ ഓരോ ഹദീസും പറയുന്നത് നേർക്കുനേരെ അനുഭവസ്ഥരായി സ്വഹാബിവരന്മാർ എന്ന് പറയുന്ന 1,00,000 പരം അനുചരന്മാരുണ്ട്. റിദ്വാനുല്ലാഹി തആല അൻഹുമായി അല്ലാഹു സംതൃപ്തിയ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. ആ സ്വഹാബത്ത് ഖുർആനും ഹദീസും കൊടുത്ത വിശദീകരണം എന്താ? അതാണ് പ്രധാനം. അതാണ് പ്രധാനം. കാരണം അവർക്കറിയാം ഖുർആന്റെ ആയത്ത് എന്തർത്ഥത്തിലപ്പോ അവതരിച്ചത്, അതിന്റെ പശ്ചാത്തലം എന്താണ്. പശ്ചാത്തലം അറിയില്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റുന്ന കാര്യം ഉറപ്പാ. ഖുർആനില്ലേ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഐനമാ തുവല്ലു വുജൂഹകും ഫസമ്മ വജ്ഹുല്ലാഹ്. കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിന്റേതാണ്. നിങ്ങൾ നിസ്കാരത്തിൽ എങ്ങോട്ട് മുഖം തിരിച്ചാലും പഠിച്ചോളും കുഴപ്പമില്ല, അവിടെയൊക്കെ അല്ലാഹുവിന്റെ. ആ ഖുർആന്റെ ആയത്തോടെ ഇങ്ങനെ ഖുർആൻ പറഞ്ഞത് കിഴക്കോട്ട് തിരിക്കാൻ മുഖം.
ഈ ആയത്തുകൾക്ക് ഓരോ അവതരണ പശ്ചാത്തലമുണ്ട്, ഹദീസുകൾക്ക് ഓരോ പശ്ചാത്തലമുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിന്ന് ആ ഖുർആൻ ആയത്തിന്റെ ഹദീസിന്റെ പശ്ചാത്തലം അറിയാതെ അതിന്റെ അർത്ഥം മാത്രം സ്വീകരിച്ചാൽ നമുക്ക് തെറ്റുപറ്റുന്ന കാര്യം തീർച്ചയായും. അനുഭവസ്ഥരായ ആളുകളുടെ വിശദീകരണ കുറിപ്പ് കിട്ടണം. അത് സ്വഹാബത്തിന് മാത്രം അതിന് സാക്ഷിയുണ്ട്. സ്വഹാബത്തിന്റെ വിശദീകരണ കുറിപ്പുകൾ, വ്യാഖ്യാനങ്ങൾ വളരെ പ്രധാനം. അപ്പോഴേ ഖുർആനും ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടുള്ളൂ. നേരെ മറിച്ച് സന്ദർഭത്തിന് സാക്ഷി വഹിച്ച സ്വഹാബത്തിനെ കൂട്ടാൻ നമ്മളിവിടെ അർത്ഥം വെച്ചാലോ തെറ്റ് പറ്റുന്ന കാര്യം സുനിശ്ചിതം. നമുക്ക് ചിന്തിക്കാൻ ഓരോ പ്രസ്താവന എത്ര വിവാദമാകാറുണ്ട്, എത്രയെത്ര വിവാദമാകാറുണ്ട്. കാരണം ആ സന്ദർഭത്തിന് അടർത്തി മാറ്റിയിട്ട് അപ്പുറം ഇപ്പുറം കൂട്ടിച്ചേർത്താൽ ഇപ്പൊ എന്റെ ഒരു പ്രസ്താവന എത്ര വലിയ വിവാദമാക്കിയെടുത്തു. സത്യത്തിൽ ദാദ്രി കൊലപാതകം, ദാദ്രിയിലൊരു പാവപ്പെട്ട അഖിലാഖി എന്ന മുസ്ലിമിനെ ഈ പശുവിനെ അറുത്ത് കഴിച്ചു എന്ന വ്യാജമായ ആരോപണം ഉന്നയിച്ച് ക്ഷേത്രത്തിൽ നിന്ന് വിളംബരം ചെയ്ത് ആളുകളെ വിളിച്ചുകൂട്ടി ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത് തല്ലിയെടുക്കുന്നൊരു മനുഷ്യൻ ജീവനോടെ പച്ചയായി. അമ്മാതിരി സംഭവങ്ങൾ വീണ്ടും ഉത്തരേന്ത്യയിൽ ആവർത്തിച്ചു. വളരെ ഭീതിതമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത്. അല്ലാഹു ഈ ഭീതിതമായ സാഹചര്യത്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും സാധാരണക്കാർക്കും രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. അപകടകരമായ സാഹചര്യം. ഈ ദാദ്രി കൊലപാതകത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ടൊരു ചാനൽ വന്നപ്പോ ഞാൻ എന്റെ പ്രതികരണങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഈ ഫാഷിസം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു, വർഗീയത വലിയ ആപത്താന്ന് പറഞ്ഞു. ഈ ആപത്തിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു, പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ചോദിച്ചു. ഞാൻ കൃത്യമായി പറഞ്ഞു, ആ കാലത്തെ സത്യത്തിൽ വർഗീയതയെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ കക്ഷികളാണ്. ആ കാര്യത്തിൽ അവരെല്ലാവിധ പിന്തുണയും അർഹിക്കുന്നു, അവരെ അഭിനന്ദിക്കേണ്ടതാണ്. അവർ നിൽക്കുന്ന ഘടകകക്ഷികൾ കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെയാണ്. അപ്പൊ കോൺഗ്രസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോൺഗ്രസ് പൊതുവെ ഈ വിഷയത്തിൽ ഹിന്ദു വോട്ട് ചോർന്നു പോകുമോ എന്ന ആശങ്ക കൊണ്ടായിരിക്കാം ഒരു മൃദുല സമീപനം സ്വീകരിക്കുന്നത്. ഈ വസ്തുതാപരമായ കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ CPM-ന് വോട്ട് കൊടുക്കണമെന്നോ അങ്ങനത്തെ ഒരു പരാമർശത്തിന്റെ ഒരു അംശം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വാദങ്ങൾ വെച്ചിട്ട് ബാക്കി സാഹചര്യത്തിൽ കുറെ തട്ടിക്കൂട്ടിണ്ടാക്കി എല്ലാം കൂടി ഒപ്പിച്ചിട്ട് ഇപ്രാവശ്യം ഞാനാ പറഞ്ഞതുപോലും മൊത്തം 70 വർഷം കൂടെ പിന്നെ അവരെ തിരിച്ചോട് കാലല്ല, ആശയക്കുറിപ്പ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. ഇതുപോലെ ഓരോ വാചകങ്ങൾ സന്ദർഭത്തിൽ മാത്രം എടുത്ത് അപ്പുറോ ഇപ്പുറോ ഇല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും സാധിക്കും. അതിന്റെ യഥാർത്ഥ സംഭവം എന്താണ് ആ പറഞ്ഞ സാഹചര്യത്തിന് സാക്ഷ്യം വഹിച്ച ആളുകൾ. അതാണ് പ്രശ്നം. ഇവിടെ ഖുർആനും ഹദീസും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചത്. ആ അവതരണത്തിന് സാക്ഷ്യം വഹിച്ച 1 ലക്ഷത്തിൽ പല സ്വഹാബികളുടെ അവർക്കാണ് യഥാർത്ഥ ആശയം അറിയാം. ആ ആശയം അവരെന്താണ് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം വ്യാഖ്യാനവും അടിക്കുറിപ്പുകളും എഴുതി വെച്ചത് പരമപ്രധാനം. അവരെ അടിക്കുറിപ്പുകൾ കൂടാതെ ഖുർആനും ഹദീസും നമ്മൾ വിശദീകരിക്കാൻ പോയ തെറ്റുപറ്റുന്ന കാര്യം സുനിശ്ചിത. ഞാൻ സമയം നഷ്ടപ്പെടുന്നതിൽ ഒരൊറ്റ സംഭവം, ഒരു കഥ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കും. 2 മിനിറ്റ്. ഒരു മദ്രസയിലെ 1ാം ക്ലാസ്സിലെ കുട്ടി കാലത്ത് മദ്രസയിൽ പോയി 8 മണിക്ക് തന്നെ വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. പെൻസിലും ബുക്കും സ്ലേറ്റൊക്കെ എടുത്ത് കരഞ്ഞിങ്ങനെ വരിക. വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, എന്താ മന കുട്ടിക്ക് ചോദിച്ചു. ഉമ്മ ഉസ്താദിനെ അടിച്ചു. അത് സാറിന്റെ മോനെ അടിച്ചിങ്ങനെ പോരല്ലോ ചോദിച്ചു. അല്ലമ്മ തലക്കാണ് അടിച്ചത്. സാറിന്റെ മോനെ തലന്ന സ്വർഗത്തിൽ കിടക്കുന്നു. ഇങ്ങനെ മനം ആശ്വസിപ്പിക്കാറുണ്ടല്ലോ. ഉമ്മ പട്ടി കൊണ്ട് അടിച്ചു. അല്ല പട്ടി കൊണ്ട് അടിച്ചു ചോദിച്ചു. അത് ഉമ്മാക്കും ബേജാറായി. കാരണം കുട്ടിക്ക് അപകടം വന്നാൽ ചില വിവരമില്ലാത്ത മൂല്യന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. എല്ലാം മന്നിട്ട് ഒപ്പൊന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ. പിന്നെ കുട്ടികളും ചെയ്ത് തമാശക്കായി ഇങ്ങനെ പോയി. വൈകുന്നേരം ഉപ്പ് വന്നു. നിങ്ങൾ വൈകുന്നേരം സംഭവം കേട്ടോ. കാരണം വലിയൊരു ഗൗരവമുള്ള വിഷയമല്ല. റോട്ടിൽ തന്നെ കേട്ടുണ്ടാവും വിചാരം ഉമ്മാന്റെ. ഇല്ല എന്തേ ചോദിച്ചു. ഇന്ന് സംഭവം ഉണ്ടായി. നമ്മളെ കുട്ടി മദ്രസ പോയിട്ട് ഉസ്താദ് തലക്ക് പട്ടിക കൊണ്ട് അടിച്ചിട്ട് കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ പോകണ്ടാറില്ലാണോ. എന്നോട് ചോദിച്ചു. പറഞ്ഞു. ഇപ്പൊ വികാര വിവശനായി ആ കുട്ടിന്റെ കൈ പിടിച്ച് നേരെ മദ്രസയിലേക്ക് വൈകുന്നേരം ക്ലാസ്സുള്ള മദ്രസ. ആടെ എന്റെ ഉസ്താദ് ചോദിച്ചു. ഇപ്പൊ സദർ ഉസ്താദാണ്. നേരെ മദ്രസന്റെ വരാന്തയിൽ ചെന്നിട്ട് 1-2 മാലിന്യങ്ങളെ കണ്ടിട്ട് ആരവിടെ സദർ ഉസ്താദ് ചോദിച്ചു. സദർ ഉസ്താദ് എവിടെ ചോദിച്ചു. ഇതാ സദർ ഇവിടെ അപ്പുറത്ത് റൂമിലുണ്ടല്ലോ. എന്റെ വിശേഷം ചോദിച്ചു. ഒന്നുമല്ല, ഇത്ര പോന്ന കുട്ടികളെ പട്ടികന്റെ കഷ്ടപ്പെട്ട് തലക്കടിക്കാൻ പറഞ്ഞാൽ കുറെ അപകടകരല്ലേ. അത് ചെയ്യാൻ പാടുണ്ടോ വിവരമുള്ള ആൾക്കാർ എന്ന് വെച്ച് ഇയാൾ വികാരാധീനായി സംസാരിക്കാൻ തുടങ്ങി. അത് ശരി, അതങ്ങനെ വിഷയം എന്ന് വെച്ചാൽ അതിന്റെ വിഷയം എന്താണ്. ഞാൻ സദനങ്ങൾ കണ്ടോളി. കാണുന്നതിന് മുമ്പ് കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഞങ്ങൾ ദൃക്സാക്ഷികളാണ്.
എന്തായിട്ട് പറയണോ പറഞ്ഞോളൂ ഇറങ്ങും. ഇവർക്ക് ഒരു സമാധാനമല്ല. അവർ പറഞ്ഞു, നിങ്ങൾ കുട്ടി 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പൊതുവേ അച്ചടക്കം കുറവൊക്കെ പഠിപ്പിച്ചുണ്ടാക്കലാ. പിന്നെ ഈ ഉസ്താദരെ നമ്മൾ സമ്മതിക്കണം. നമ്മൾ കുട്ടികൾ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നുള്ളൂ, ആരോഗ്യം നോക്കുന്നുള്ളൂ. ഇവർ ആത്മീയമായി അച്ചടക്കം വളർത്തിണ്ടാക്കുന്ന സത്യത്തിൽ നമ്മളെ ഈ ഗുരുവര്യന്മാരാ. അള്ളാഹു നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർക്ക് എല്ലാവിധ പുരോഗതിയും ബറക്കത്തും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാണ് നമ്മുടെ മക്കളെ നേരാക്കുന്നത്. ആ പൊതുവെ അച്ചടക്കം കുറഞ്ഞ കുട്ടികളാണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ ഏറ്റവും നല്ല യോഗ്യരായ ഉസ്താദുമാർക്ക് 1ാം ക്ലാസ്സിൽ ചാർജ് കൊടുക്കുക. അത് സദറാണ്, നല്ല ട്രെയിനിങ് ഉസ്താദാണ്. അപ്പൊ സദർ 1ാം ക്ലാസ് ഇങ്ങനെ ഹാജരെടുക്കുമ്പോ സാധാ ക്ലാസ്സിൽ ഹാജരെടുക്കുമ്പോൾ അല്ല, പ്രസന്റ് പെട്ടെന്ന് വിളിച്ചു പോകില്ല. അബ്ദുൽ ഖാദർ മഞ്ഞ കണ്ടറിഞ്ഞിറങ്ങാൻ നോക്കും. ഓരോരുത്തരെ കുട്ടികളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ പ്രസന്റ് ഇട്ട് പതുക്കെ പതുക്കെ കുട്ടികൾ വികൃതി കാട്ടുന്നോ നോക്കുക. കുട്ടികളെ സമയത്ത് വികൃതി കാട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഹാജരിക്കുന്നതിനിടയിൽ നിങ്ങളെ കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിന്റെ ചെവി പിടിച്ച് നിങ്ങൾ തിരിഞ്ഞു അവരുടെ ഒച്ച ഉണ്ടാക്കി മറ്റേ കുട്ടി. അതിന് ഉസ്താദ് ചോദിച്ചാൽ സദർ ഉസ്താദ് പട്ടികാട് വന്നെ കൂട്ടി അത് ചുരുട്ടിയിട്ട് കൈ പിടിച്ചു, പെണ്ണ് താഴെ വെച്ചു. എന്നിട്ട് ഈ പട്ടിക എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയ പട്ടികയിട്ട് ക്ലാസ് കൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് നിങ്ങളെ കുട്ടിന്റെ ബാക്കിലെത്തിയപ്പോ കുട്ടിയുടെ മണ്ടക്ക ഹാജർ പട്ടി കൊണ്ട് ചൊട്ട് കൊടുത്തു. കുട്ടി തിരിഞ്ഞു നോക്കി, വെറും ശ്രദ്ധിക്കുമല്ലോ, ആ ഉസ്താദ് അടിച്ചേക്കാണ്. കുട്ടിയുടെ കരഞ്ഞു. കുട്ടി വഷായിക്കല്ലേ, ഉസ്താദ് അടിച്ചേക്കല്ലേ. കരഞ്ഞപ്പോ എല്ലാ ക്ലാസ്സിലും പ്രസന്റ് എടുക്കുക, ഒക്കെ സൈനിക എല്ലാവരും എത്തി നോക്കണം കുട്ടിനെ. കുട്ടിക്ക് കൂടുതൽ വർഷത്തായി. കുട്ടി ഭയങ്കര കരച്ചിലായി. കുട്ടികളെ ഇതുവരെ അടി കിട്ടിയിട്ടില്ല, നല്ല പഠിക്കുന്ന കുട്ടിയാ. പിന്നെ കുട്ടി വല്ലാതെ കരയേണ്ടപ്പോ സദൃസ്ഥാദ് അവനെ കുറെ സോപ്പാക്കി നോക്കി. എടാ എനിക്ക് മുട്ടായി കൊടുത്താൽ ഞങ്ങളൊക്കെ അടി വന്നിട്ട് ഒരുപാട് കുട്ടികളെ ആശ്വസിച്ച് നോക്കി. എന്ത് പറഞ്ഞാലും നിങ്ങളെ കുട്ടി കരയാണ്, ഞാൻ പോവുകയാണ്, ബുക്കും സൈക്കിളെടുത്ത് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ കൂടി ആലോചിച്ചു സദൃസ്ഥാനോട് എന്താ നമ്മൾ ചെയ്യാൻ ചോദിച്ചു. അത് പോട്ടാൻ ശരിയായിക്കോളും, തൽക്കാലം ഒന്ന് പോട്ടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടി പോയത്. ഇയാള് കുട്ടികൾക്ക് തിരിഞ്ഞല്ലോ, തന്നെടാ ഹാജർ പറ്റി കൊണ്ട് അങ്ങ് അടിച്ചു വെച്ചു. ആ പറഞ്ഞു കുട്ടികൾ സത്യമുള്ളവരുള്ളൂ. ഇയാൾ 2 കൈയും പിടിച്ചുകൊണ്ട് 2 അടിയും കൂടി കൊടുത്ത് നടക്കടാ വീട്ടിൽ കയറും. ഇയാൾക്ക് സദൃസ്ഥാനം കാണും വേണ്ട, വിശദീകരണം കിട്ടും വേണ്ട, എല്ലാം കഴിഞ്ഞു. സത്യത്തിൽ ഇതൊരു കഥയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പൊ ആ സംഭവത്തിന് സദൃസ്ഥാദ് കുട്ടികൾ അടിച്ചു എന്നുള്ള ഹദീസാണ്. ഈ ഹദീസിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച 2 മുഅല്ലിങ്ങളെ വിശദീകരണം കിട്ടിയതോടുകൂടി എല്ലാ കൺഫ്യൂഷനും പോയി. നേരെ കുറച്ച് ഹദീസായിട്ട് വരാന്ന് വിചാരിക്കാം. കുട്ടിനെ പട്ടികൊണ്ട് അടിച്ചുണ്ടാവും. ചിലപ്പോ വേറെ ഹദീസുണ്ടാവും. അപ്പുറത്ത് മദ്രസയുടെ പുതിയ ബ്ലോക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പുറത്ത് ഒരുപാട് പട്ടികയും ഉത്തരവൊന്നും ഇറക്കിയിട്ടുണ്ടാവും. അപ്പുറത്ത് ശിഹാബ്ദങ്ങളെ കൊണ്ടുകൊണ്ട് ഹൈദർശാസ്ത്രങ്ങളോട് ഉദ്ഘാടനം ചെയ്യാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കമ്പ്യൂട്ടറിൽ പിൽക്കാലത്ത് വായിച്ചാൽ ഈ പട്ടികയുടെ കഷ്ണത്തിൽ തലക്കടിച്ചു തന്നെ അനുസരിക്കില്ല. നേരെ മറിച്ച് ദൃക്സാക്ഷികളായ ആളുകളുടെ വിശദീകരണം അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം ഖുർആനും ഹദീസും. നമ്മൾ ഖുർആനും ഹദീസും അല്ല എടുക്കുന്നത്. നമ്മൾ പറയുന്ന ആശയം ഈ ഖുർആനും ഹദീസിനും അത് അവതരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ആയത്ത് 2 ആയത്ത ഖുർആൻ ഇറങ്ങിയത് ഹദീസും അങ്ങനെ തന്നെ ഒന്നായിട്ട് പുസ്തകമായി തന്നിക്കല്ല. 23 വർഷക്കാലം കൊണ്ട് തങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച മൊത്തം ആകത്തുക ഹദീസ്. ഇതിന്റെ യഥാർത്ഥ ആശയം കൃത്യമായി അറിയുന്ന സ്വഹാബിവരന്മാർ അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുത്തു. ഒരു മകൻ സ്ഥിരമായിട്ട് രാത്രി TV കാണാൻ പോകാം. രാത്രി 2 മണിക്ക് എണീറ്റാ പോണം. ആ വാപ്പാനെ ശ്രദ്ധിപ്പെട്ടു, എന്താണ് എന്റെ പരിപാടി? രാത്രി ഉറക്കം വെച്ച് ഇവിടെ TV കാണാൻ പോകണം വെച്ചു. വാപ്പ ലോക കപ്പ് നടക്കാൻ എല്ലാവരും കാണും. സ്കൂൾ വന്നാൽ കുട്ടികളൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത വീട്ടിൽ പോകാനാണ്. ആ നടക്കുന്നത് എന്റെ പോക്ക് നിർത്തണമെന്നാണ്. അല്ല അപ്പൊ ഇന്ന് ഫൈനലാണെന്ന് എന്തായാലും പോകണമെന്നാണ്. പറ്റൂല എന്ന് പറഞ്ഞ് രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് പോകാൻ പറ്റൂല, അതൊക്കെ സുബഹിക്കും ഒക്കെ തകരാറാണ്. അല്ലപ്പ ഞാൻ പോകുന്നതാണ്. അന്നൊക്കെ പോയിക്കാൻ എനിക്ക് ശരിയാക്കി തരാറുണ്ട്. ഇന്നൊക്കെ പോയിക്കാരനെ ഹദീസാക്കുകയാണെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വാപ്പന്നാ പോയിക്കോ എന്ന് പറഞ്ഞു എന്നാ കൽപ്പന മകന് പോകാൻ പറഞ്ഞിട്ടാണ്. അതാ സത്യർത്ഥം. പോയ ഭീഷണി തന്നെ കൈകാര്യം ചെയ്യുന്നതിന്റെ അർത്ഥം. പക്ഷെ ആ ഹദീസ് മാത്രമാക്കി വാപ്പ മകനോട് ഫൈനലാണ് പോയിക്കൊന്നാല് എന്ന് പറഞ്ഞു കിട്ടുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വലിയൊരു സമുദ്ര. ഈ 23 വർഷക്കാലം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട 6000-ൽ പരം ഖുർആൻ സൂക്തങ്ങളും ദശലക്ഷക്കണക്കിന് നബിവചനങ്ങളെയും യഥാർത്ഥ ആശയം സത്യത്തിൽ ആർക്കേ അറിയൂ? അത് സഹാബത്തിന് അറിയൂ. ആ സ്വഹാബത്ത് നൽകിയ വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ടതാണ് 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ലോകത്തെ മുസ്ലിം ജനസമൂഹം മൊത്തം ഈ കാലമത്രയും 4 മദ്ഹബ് അംഗീകരിക്കുന്നത്. സൗദി അറേബ്യയിൽ പോലും ഹംബലി മദ്ഹബ് അംഗീകരിക്കുന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനം അവിടുന്നല്ലേ തുടങ്ങിയത്? ലോകത്തെ ഏത് രാജ്യത്തുമായൊന്ന് പോകണ്ടല്ലോ, നെറ്റിൽ നിങ്ങൾ സെർച്ച് നോക്കി
ഈ നാലൊരു മദ്ഹബ് അംഗീകരിക്കുന്നവരാ മുസ്ലിമീങ്ങൾ. കാരണം ഖുർആനും ഹദീസിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായം എന്നാൽ മദ്ഹബിൽ രണ്ടഭിപ്രായം. അപൂർവം ചില കാര്യങ്ങളെ രണ്ടോ മൂന്നായിട്ട് ബാക്കിയൊക്കെ ഒന്ന് തന്നെ. കാരണം ഈ മദ്ഹബ് അപ്പൊ 4 മദ്ഹബ് 4 ഇസ്ലാമെന്ന് വിചാരിക്കട്ട. നമ്മൾ ഹജ്ജിന് കൂടില്ലേ? എല്ലാ മുസ്ലിങ്ങളും ഒരേ വിധത്തിലെ ഹജ്ജ് ചെയ്യണത്. നമ്മൾ ലോകത്ത് പല രാജ്യത്ത് പോകുന്നില്ലേ? മുസ്ലിങ്ങൾ നിസ്കാരമൊക്കെ ഒരേപോലെയല്ലേ? അപ്പൊ ചെറിയ ചില കാര്യങ്ങൾ, ശാഖാപരമായ ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങളൊന്നും ഖുർആൻ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ സ്വഹാബത്തിന് 2 3 അഭിപ്രായം വന്നാൽ ആ 2 3 അഭിപ്രായം സ്വാഭാവിക മദ്ഹബിലും ഒരു ഉത്തരം മാത്രം. ആ മദ്ഹബ് നമ്മൾ കേരളീയ മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൽ മാത്രം ശരിയെന്ന് ഒരഭിപ്രായം നമുക്ക് ആർക്കില്ല, ഒരു മദ്ഹബർക്കില്ല. ഷാഫിയാലും സമം, ഹനഫിയാലും സമം, ഹംബലിയാലും സമം, മാലിക്കിയാലും സമം, 4 സെയിം. കാരണം 4 ഖുർആൻ ഹദീസിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം. ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. നമ്മൾ പൂർവികമായി സ്വീകരിച്ചു വരുന്നു. അതിന്റെ കിതാബും കാര്യമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നു. അല്ല ഒരാൾ ഹനഫി നാളെ മുതൽ അങ്ങനെ ഒരു കുഴപ്പവും ഇസ്ലാമില്ല. മറ്റൊന്ന് മാലിക്കാകാം, അതിന്റെ പിന്നെ ഹംബലിയാകാം. പക്ഷെ അടിക്കൊക്കെ പഠിച്ചുണ്ടാക്കണത് മാത്രം. 4 ഖുർആനും ഹദീസും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം ക്രോഡീകരിച്ചതാണ്. നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഷയത്തിൽ തെറ്റ് പറ്റാത്ത ഒരു വിഭാഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അവിടെ മനസ്സിലാക്കട്ടെ, ഖുർആൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നതിന് അർത്ഥമാണ് അഹ്ലുസ് സുന്നമാൻ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ, വൽ ജമാഅ സ്വഹാബത്തി എന്ന സമൂഹത്തിന്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി. അവിടെ നമ്മളുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഖുർആനി വസുന്ന. ശരി, ഖുർആന്റെ വ്യാഖ്യാന ഹദീസ് ഖുർആൻ വിട്ടതാ. അഹ്ലുൽ സുന്ന, അഹ്ലുൽ ഖുർആനി വസുന്ന തന്നെ മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയും എല്ലാം പറയുന്നത്. പക്ഷെ വൽ ജമാഅ അവിടെ പ്രധാനം. ജമാഅത്ത് എന്ന സ്വഹാബത്ത് എന്ന സമൂഹം. അപ്പൊ സ്വഹാബത്ത് എന്ന സമൂഹത്തിന്റെ വ്യാഖ്യാനങ്ങൾക്കും അടിക്കുറിപ്പുകൾക്കും വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി, അതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്താണ് ലോകത്ത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇക്കാലത്ത്. ലോകത്തെ മഹാഭൂരിപക്ഷം. ഇറാനെ മാത്രം ഒഴിവാടെ ഷിയാക്കള ഭൂരിപക്ഷം. ബാക്കി ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും, ലോക മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ, അറബ് രാജ്യങ്ങൾ മുഴുവൻ ഈ 4 മദ്ഹബ് അംഗീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് ഗൗരവമുള്ള കേസല്ലേ? കാരണം ഖുർആനും ഹദീസും അങ്ങനെ വ്യാഖ്യാനിക്കണം. നിങ്ങൾ പുതിയ പുതിയ അർത്ഥം ആശയം പറയാം. ഈ ഖുർആനും ഹദീസിലും മഹാന്മാരായ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം എന്ത്? ആ വിശദീകരണമാണ് 4 മദ്ഹബുകൾ. ആ 4 മദ്ഹബുകൾ ഒന്ന് അംഗീകരിച്ചാൽ ഖുർആന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥം ആശയം അംഗീകരിക്കും. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാനാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1927 വലിയ വലിയ മഹാന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീനും രൂപം കൊടുത്തത്. ആ രൂപീകരണത്തിന്റെ ബറക്കത്ത്, അവർക്ക് വലിയ വലിയ ബറക്കത്തുള്ള മഹാന്മാരെ ബറക്കത്തുണ്ട്. അതിന്റെ ഫല 9567 മദ്രസകളായിപ്പോയി. ഇതുപോലത്തെ 9567 മദ്രസകൾ കേരളത്തിനകത്തും പുറത്തും. ലോക ചരിത്രത്തിൽ നിലനിൽക്കുന്ന സ്ഥാനത്തെ വഴി ഈ തൗഫീഖുകളിൽ ഹുദവി കോളേജുകൾ, ജാമിയ ജൂനിയർ കോളേജുകൾ, നന്ദി ജൂനിയർ കോളേജുകൾ, റഹ്മാനി കോളേജുകൾ, സുബ്ഹാന ജല്ല ജലാലുഹു, നമ്മുടെ കോളേജുകളിൽ പുറത്തിറങ്ങുന്ന പുതിയ യുവ പണ്ഡിത സുഹൃത്തുക്കൾ, എന്താണ് അവരുടെ ക്വാളിറ്റി? ഇതൊക്കെ ബറക്കത്തുള്ള തുടക്കം. അപ്പൊ ആ വലിയ ആശയം, സത്യസന്ധമായ ആശയം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് കേരളത്തിൽ ഭദ്രമായി നിലനിൽക്കണമെന്ന ഉറച്ച ഒരു ലൈനോടുകൂടി രൂപീകൃതമായ 90 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഈ കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്നുകിൽ ഖുർആൻ സ്വന്തം വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ ഹദീസ് സ്വന്തം വ്യാഖ്യാനിച്ചു. അങ്ങനെ പുതിയ ആശയമൊക്കെ ഉണ്ടായത്. ഇവിടെ നിർത്തിയാലോ ഖുർആനും ഹദീസിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം മാത്രമാണ് അംഗീകരിക്കേണ്ടതെന്ന്. അവിടെ സുന്നിയാകേണ്ടതല്ല, സുന്നിയാകേണ്ടത്. കാരണം വേറെ രക്ഷയില്ല. നിസ്കാരത്തിൽ നെഞ്ചത്താണ് കൈകെട്ടേണ്ടത് മുജാഹിദ്, നെഞ്ചത്താണ് കൈകെട്ടുന്നത് മുജാഹിദ് പറയുള്ളൂ. നെഞ്ചത്ത് എങ്ങനെ കെട്ടുന്നവർക്കല്ല, അതിന് പല ഷേപ്പ് അങ്ങനെ കണ്ടാവൂലേ. ചിലക്കാർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ചിലക്കാർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ചിലക്കാർ ഇങ്ങനെ കെട്ടി പല തിരക്കരെ എങ്ങനെയെന്ന് അവർക്കല്ല. കാരണം പുതിയ ഒരു കണ്ടെത്തിയതല്ലേ. നേരെ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ്. ഈ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നേർക്കുനേരെ എത്രയോ കാലം 5 വഖത്തിൽ നോക്കിക്കണ്ട സ്വഹാബത്ത് ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് നെഞ്ചിന്റെ അരികിലാണ്, നെഞ്ചിന്റെ തൊട്ട് താഴെയാണ്. പക്ഷെ കണ്ട സ്വഹാബികളെ നിങ്ങളുടെ നിന്നിട്ട് കേട്ട ഞങ്ങൾ പറയട്ടെ 14 നൂറ്റാണ്ടിന് ശേഷം അത് നെഞ്ചിന്റെ മീതെ തന്നെയാണ് ആ കൈകെട്ടിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം അപകടകരമായ ആശയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന എല്ലാ കക്ഷികളും പ്രത്യേകത അങ്ങനെ ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാ. എല്ലാം നിങ്ങൾ ഏത് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി, പച്ചയായ ദുർവ്യാഖ്യാനം. ഈ ആയത്തുകളൊക്കെ എത്രയാണ് പഠിച്ചവരെ വളച്ചൊടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യണം.
മഹാത്മാക്കളായ ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കാൻ ആശയാവുന്നു. നമ്മൾ ഇല്ലാന്നോട്ട് ഇല്ലാതാവില്ല. മരിച്ചാൽ നശിച്ചുപോയി കഴിഞ്ഞുവരെ മിഥ്യാധാരണ. അള്ളാഹുന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, മശായിഖുമാർ അവർ മരിച്ചുപോയാലും ആത്മീയമായി ജീവിക്കുന്നത് സത്യങ്ങളും തത്വങ്ങളുമാണ്. മരിച്ചാൽ അവസാനിച്ചിട്ടില്ല. ഇതപ്പോ ജീവിതം. എന്തായി ജീവിതത്തിനർത്ഥം? 10, 50, 60 കൊല്ലം കഴിഞ്ഞു, ഖലാസ്, ആള് കാലിയായി പോയി കഴിഞ്ഞോ? മനുഷ്യനെ ആദരവ് വളരെ കറന്ന ബനിയാദം. ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അല്ല ബഹുമാനിച്ചു എന്ന് പറയാൻ പറ്റിയ വലിയ ഒരു ഉത്കൃഷ്ട വിഭാഗം നമ്മൾ. ഈ 50 കൊല്ലം ജീവിക്കുന്ന സത്തമിഷൻ അബൂന അബുൽ ബസർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ആദം നബിയുടെ ഒപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ഈ ശരീരമല്ല, നമ്മുടെ പ്രധാന ഭാഗമായ ആത്മാവ്, റൂഹുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആത്മാവല്ല പ്രധാനം, ഈ റൂഹ്. അത് വിശദമായ ഖുർആൻ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതങ്ങനെ കഴിഞ്ഞ് കുറെ കാലം നമ്മുടെ റൂഹുകൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ വന്നു. അവിടെ വെച്ച് ഭ്രൂണം വളർന്നു വരികയാണ്. ആ ഭ്രൂണത്തിലേക്ക് ഈ റൂഹിനെ മലക്കിന്റെ അടുത്ത് കൊടുത്തുവിടാനുള്ള നേരത്തെ സൃഷ്ടിക്കപ്പെട്ട റൂഹുണ്ട് അവിടെ. 9 മാസം ഗർഭാശയത്തിൽ രണ്ടാമത്തെ ജീവിതം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത്തെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നപ്പോ ഇത് 3ാമത്തെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ദുന്യവിയാ ജീവിതം. അതടിച്ചു പൊളിച്ചു കഴിഞ്ഞു. മനോഹരമാണ് ദുനിയാവ്. ഈ ആകർഷണീയമായ ദുനിയാവിൽ കുറച്ചു കാലം കഴിച്ചുകൂട്ടി അതും കഴിഞ്ഞ് അടുത്ത ജീവിതത്തിലേക്ക് പോവുക. ഖബറിന്റെ ജീവിതം, ബർസഖിയ ജീവിതം. ഖുർആൻ പറയുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇവരെ തൊട്ട് പിന്നിൽ ബർസഖിയ ജീവിതം, ഖബറിന്റെ ലോകത്തെ ജീവിതം. ജീവിതം എന്നാണ് ഖുർആൻ, ഹയാത്ത് ബർസഖിയ. അവിടെ ജീവിതം, മരിച്ചുവരെ നാശല്ല, ജീവിത. ഖബർ പോയിട്ട് ഉമ്മാന്റെ ഖബറിങ്ങ പോയിട്ട് ഉമ്മാന്ന് ഞാൻ ഉദാഹരണം പറയാം. വെള്ളി ശനിയൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. റൂഹും ആത്മാവും തമ്മിൽ, ഈ റൂഹും ഖബറും തമ്മിൽ വലിയ ബന്ധമുണ്ടാകുന്ന ദിവസം. എന്റെ ഉമ്മാന്റെ ഖബറിങ്ങ ഞാൻ പോയിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ചേരേണ്ടതമ്മ എന്ന് പറഞ്ഞ സലാം പറഞ്ഞാൽ ഒന്ന് സംഭവം പറയാം. പടിഞ്ഞാട്ട് ഇവിടേക്ക് തിരിഞ്ഞാൽ മനസ്സില അവന്റെ തല ഉണ്ടാവും. ആ തല ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി ഹബീബായ പറയാ, ഏതൊരു മുഅ്മിനായ മനുഷ്യനും തന്റെ ഖബറിൽ കിടക്കുന്ന ഖബറാളിയായ സഹോദരന്റെ അരികിലൂടെ കടന്നു ചെന്നാൽ സലാം ചൊല്ലിയാൽ ഇല്ലാ അറഫഹു, ആ ഖബറാളിക്ക് ആ സന്ദർശകനെ തിരിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ജീവിച്ചിരിക്കാതെ ആത്മീയമായിരിക്കാം. ഖബറിൽ വെച്ചിട്ടുണ്ടാവും, മണ്ണായിട്ട് പോയിട്ടുണ്ടാവും ശരീരമൊക്കെ. മണ്ണ്, ഈ ശരീരമല്ല ജീവിതം. അത് ആക്സിഡന്റ് പറ്റി, അടിയന്തരാണ്, കാല് മുറിച്ചു മാറ്റണം, തൊടന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റണം. എഴുതി ഒപ്പിട്ട് കൊടുത്തു, മുറിച്ചു മാറ്റി. പിന്നെ പറഞ്ഞു മറ്റേ കാല് മുറിക്കണം എന്നാണ്, ഒപ്പിട്ട് കൊടുത്തു, അതും മുറിച്ചു. ആള് രോഗം സുഖമായി. അതൊരു കുഴപ്പമില്ലല്ലോ. സുഖമാക്കുമ്പോ അയാളെ ബുദ്ധിയൊക്കെ അതേപടിയുണ്ട്, അയാളെ അറിവ് അതേപടിയുണ്ട്, അയാളെ ശേഷിയൊക്കെ അതേപടി. അപ്പൊ ഈ കാലും ഈ ശരീരവും രക്തം മജ്ജി മാംസവും എല്ലാം മനുഷ്യനുള്ളത് ആത്മാവാണ്, റൂഹാണ് പ്രധാനം. ആ റൂഹ് മരണത്തോട് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അവസ്ഥ. മഹാത്മാക്കളായ ആളുകൾക്ക് ജീവിതകാലത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഈ കറാമത്ത് ഇല്ലാതെ പറ്റുമോ? മുജാഹിദിന്റെ ജമാഅത്തിന് മാതിരി കറാമത്ത് അവർക്ക് ആവശ്യമായ സമയത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലേ? എത്ര സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊള്ളു. എത്രയോ കണ്ടിട്ടില്ല മഹാന്മാർ നേരിട്ട് കറാമത്തുകൾ കണ്ട സംഭവങ്ങൾ. എത്രയോ സംഭവങ്ങൾ. ഞാൻ ഉദാഹരണങ്ങൾ സമയം കളയുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളായ ആളുകൾ തന്നെ അവർ പറഞ്ഞ പോലെ സംഭവിക്കുന്ന എത്രയോ സംഭവങ്ങൾ. വരാൻ പോകുന്നു പറഞ്ഞാൽ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഈ പ്രത്യേകത മരണാനന്തരം ഇവർ ആത്മീയമായി ജീവിക്കും. അവിടെ സംഭവിക്കുന്ന ആ മഹത്വം, ആ കഴിവും പ്രത്യേകത അവിടെ ഉണ്ട്. മരിച്ചിട്ട് പോയാൽ ഭൗതിക ലോകമായി ബന്ധമൊക്കെ വിച്ഛേദിച്ചു എന്ന് ചില ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ധരിക്കേണ്ട സുഹൃത്തുക്കളെ, അതൊന്നും ഇസ്ലാമല്ല. മരിച്ചിട്ട് പോയാൽ ഈ ലോകത്തെക്കുറിച്ച് നല്ല ചിന്തയും ആലോചനയൊക്കെ അവർക്കുണ്ട്.
നമ്മൾ സ്ഥിരമായി ഓരോ സൂറത്ത് യാസീനല്ലേ. യാസീൻ ഹബീബുൽ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഇസ്ലാമിക പ്രബോധകന്റെ ചരിത്രം പറയുന്നുണ്ട്. ഹബീബുൽ നജ്ജാർ ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അവസാനം ശത്രുക്കളെ കൂട്ടക്കശാപ്പ് ചെയ്തു, കൊല നടത്തി. ആണ് രക്തസാക്ഷിയായി. ആണ് രക്തസാക്ഷിയായപ്പോ ഖുർആനോട് അഭിസംബോധന ചെയ്ത് ഖുർആനോട് പറയുന്ന കാര്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. സ്വർഗീയ ജീവിതം തൽക്ഷണം ആണ് പ്രതികരണം എന്താണോ? അതിന്റെ സുഖത്ത് നോക്കട്ടെ പഠിച്ചവനെ എന്നല്ല പറഞ്ഞത്. ആണ് ഒരൊറ്റ ചിന്ത. പഠിച്ചോനെ എന്റെ മനസ്സിലാക്കെങ്കിൽ എന്റെ റബ്ബന്നെ ആദരണീയരായ ആളുകളെ ഗണത്തിൽപ്പെടുത്തി എല്ലാ പാപങ്ങളും പുറത്ത് ഈ സൗകര്യപ്രദമായ ജീവിതം എന്നുള്ളത് എന്റെ നാട്ടുകാരെന്ന് മനസ്സിലാക്കി. നിങ്ങൾ നാട്ടുകാരെ കുറിച്ചാണ്, വീട്ടുകാരെ കുറിച്ചാണ് ചിന്ത. മരിച്ചു നമ്മൾ നശിച്ചു പോയിട്ടില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ വഫാത്തായി നീണ്ട 4.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം, 5 നൂറ്റാണ്ട് ഹിജ്റ വർഷം 557 നടന്ന സംഭവം ചരിത്രം ഏകകണ്ഠമായി എഴുതി വച്ചിരിക്കുന്നു. നൂറുദ്ദീൻ മഹമൂദ് ജംഗി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ രാജാവിന്റെ കാലഘട്ടത്തിൽ. എല്ലാ ചരിത്രഗ്രന്ഥങ്ങളോട് മാത്രമല്ല, ഒരുവിധം ചരിത്രം മുജാഹിദ് ജമാഅത്ത് പറഞ്ഞിരിക്കുന്നത് മുജാഹിദ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ ഒരു ചരിത്രം കൊള്ളിച്ചിട്ടുണ്ട്. ഹിജ്റ വർഷം 557 പ്രവാചകത്തിനുള്ള ഭൗതിക ശരീരം തന്ത്രപരമായി അത് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ ക്രൈസ്തവ സമൂഹം ചില ആളുകൾ ഡ്യൂട്ടി കേൾപ്പിക്കുകയും മുസ്ലിങ്ങളായി ചമഞ്ഞ് അപ്പുറത്ത് റൂമെടുത്ത് പതുക്കെ ദൂരം തുറന്നുണ്ടാക്കി തങ്ങളുടെ ശരീരത്തിന്റെ അടുത്തെത്തി എന്ന് കണ്ടപ്പോൾ തത്സമയം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ചരിത്ര കാലഘട്ടമാണ് നൂറുദ്ദീൻ ഷഹീദ് അഹമ്മദ് ഗംഗിക്ക് നേരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. റജുലൈനി 2 ആളെ കാണിച്ചു കൊടുക്കുക അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 5.5 നൂറ്റാണ്ട് 557 ഈ 2 ആളിനെ എന്നെ രക്ഷിക്കണം. ആരാണ് ഈ 2 ആളുകൾ? 2 ചുമപ്പ് വർണ്ണ കണ്ട ആളുകൾ. രാജാവ് ഭയചകിതനായി സാലിഹായ രാജാവ് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ച് വീണ്ടും ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഇയാളെ ചൂണ്ടിക്കാണിക്കുന്നു. റജുലൈനി, ഈ ഭീകരന്മാർ നിന്നെ രക്ഷിക്കണം. 3-ാം തവണയും ആവർത്തിച്ചു. പിന്നെ രാജാവ് ഉറങ്ങിയില്ല. രാജാവ് തന്നെ മന്ത്രി ജമാലുദ്ദീൻ മൗസിദി എന്ന സ്വാലിഹായ മന്ത്രിന്റെ ആളെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യും, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവര് മദീനയിലെത്തി റസൂലുള്ളാഹിന്റെ സിയാറത്ത് കഴിഞ്ഞ് വിദഗ്ധമായ ചില ആസൂത്രണങ്ങൾ എടുത്ത് ഞാൻ വിശദീകരിക്കുന്ന ഈ സമയം അനുയോജ്യമല്ല. അവസാനം ആ 2 ആളുകളെ നേർക്കുനേരെ കണ്ടുപിടിച്ചു. രാജാവ് ഉറപ്പിച്ചു, ഇതന്നെ ഞാൻ 3 വട്ടം കണ്ടല്ലേ ഈ 2 ആളുകളെ. അവർ ചോദ്യം ചെയ്തു. അവസാനം അവരെല്ലാരും ദൃഷ്ടിയിൽ നല്ല ആൾക്കാരാ, അവർ വലിയ സ്വീകരണമായി തോന്നി. അവസാനം അവർ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് പായമുമ്പോ ഒരു വലിയ ദൂരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, മാളം. ആ മാള ഹബീബിന്റെ റൗദയുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോഴായി സംഭവവികാസം ഉണ്ടായിരുന്നു. 2 ആളെയും ഗളച്ചേർ നടത്തി. മാത്രമല്ല അതിനെ തുടർന്നാണ് ഇന്ന് റൗദാ ശരീഫിന്റെ ചുറ്റും കാണുന്ന ആ ഗ്രില്ല് ആഴത്തിൽ കുഴിച്ചിട്ട് അവിടെ ഈയമൊഴിച്ചിട്ട് ആ ഗ്രില്ലിട്ട് ഭദ്രമാക്കിയത്. ഇനി ഒരു കാലഘട്ടത്തിലും ആര് കുഴിക്കാൻ ശ്രമിച്ചാലും അങ്ങോട്ട് എത്താൻ പാടില്ല നിലയിൽ അന്നാണ് ആ രാജാവ് ഏർപ്പാട് ചരിത്രത്തിൽ ആധികാരികമായി രേഖപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി നീണ്ട 5.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും തന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന നിബിധങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്തുകൂടെ? അത് ചോദ്യം ഈ ലോകത്ത് ഇവിടുത്തെ RSSന്റെ നേതാക്കൾ നേരിട്ട് അപകടത്തിൽ കൊന്നുകൂടെ പഠിച്ചു? അമേരിക്കയുടെ പ്രസിഡന്റ് എന്തൊക്കെ ആപത്തുണ്ടാകുന്ന പ്രസിഡന്റ് ബൈക്ക് അപകടത്തിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അപകടത്തിൽ കൊന്നുകൂടെ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഖുർആൻ എഴുതില്ല. ഖുർആൻ പറഞ്ഞത് സുന്നത്തല്ലാഹ് വലം തജിദ് സുന്നത്തല്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ ലോകത്തിൽ നടപടിക്രമമുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പോകും. ഒരു സാധാരണ നടന്നു വരുന്ന എതിരായ സംവിധാനം ഇവിടെ കാണൂല. ഏത് കാര്യം അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചത്? ലോകത്ത് നടപടിക്രമം രാജാവാണ് കാര്യങ്ങൾ ഇടപെടേണ്ടത്. അപ്പൊ രാജാവിന് അള്ളാഹുവിന്റെ ഹബീബ് നിർദ്ദേശം കൊടുത്തത്. രാജാവ് ഇടപെടുന്നു, നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലോകത്തെ സംവിധാനം അങ്ങനെ. ഈ നിലയിൽ മഹാത്മാക്കളായ ആളുകൾ മരണാനന്തരം അവിടെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അവര് ജീവിതകാലത്ത് മഹാത്മാക്കൾ നമ്മൾ സംസാരിച്ചാൽ ബാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, മകൻ ഗൾഫിൽ ഒരു കപ്പും കമ്പി വേറൊന്നുമില്ല, അറിയില്ല, അവന്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. അവിടെ എത്രയോ മഹാന്മാരായ ആളുകൾ സമീപിച്ച് പറയുന്നത് അവര് അൽ ഫാത്തിഹ 1 മിനിറ്റ് കൊണ്ട് ദുആ ചെയ്യണം.
നമ്മൾ പറയുന്നതിനേക്കാളും അള്ള കബൂലാക്ക എന്റെ അള്ളാഹുവിന്റെ കബൂലിയത്തിൽ നല്ല മനുഷ്യന്മാരായതുകൊണ്ട് അത്തരം ആളുകൾക്ക് ദുആ ചെയ്യിപ്പിക്കണം. ഹദീസിലുണ്ടെന്നും അങ്ങനത്തെ ആളുകളെ സന്ദർശിക്കണം, ദുആ ചെയ്യിപ്പിക്കണം. അങ്ങനെ മഹാന്മാരായ ആളുകളുടെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടെങ്കിൽ അത് മരണാനന്തരം ഉണ്ടായ ഇജാബത്ത്. നമ്മുടെ പ്രശ്നം അവതരിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഫാത്തിഹ ഓതിട്ട് നമ്മൾ ദുആ ചെയ്താൽ അവർ പടച്ചവന്റെ റബ്ബിലേക്ക് ഒന്ന് മുന്നിട്ടാൽ പോലെ പടച്ചവൻ എല്ലാ പ്രതീക്ഷയായി വന്നത് ഇവിടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണം. ഹാസിലാവുമല്ലോ. ഇതായി മഹാത്മാക്കളെ സമീപിക്കുന്നതിന്റെ അർത്ഥം. അതും ശിർക്കും കുഫറും തമ്മിലൊരു ബന്ധമല്ല, ഞാൻ യാദൃശ്ചികമായി പറഞ്ഞുപോയി എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഞാൻ പറഞ്ഞത് ഈ സത്യം അംഗീകരിച്ചുകൊണ്ടിരിക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ കുറെ ആയത്തുകൾ ശിർക്കിനെതിരെ, ബഹുദൈവ വിശ്വാസത്തിനെതിരെ, ഈ ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിരർത്ഥകത, ഈ വിഗ്രഹങ്ങളെ സഹായം തേടുന്ന നിരർത്ഥകത. നിങ്ങളെ ചിന്തിച്ചു നോക്കി. വിഗ്രഹം ഖുർആൻ ചോദിക്കാലഹും അർജുനും യംശൂന ബിഹ. മനുഷ്യന്മാരെ ചിന്തിക്കുകയും ഈ വിഗ്രഹങ്ങൾക്ക് നടക്കാൻ കഴിയുന്ന കാലുണ്ടോ, കേൾക്കാൻ കഴിയുന്ന ചെവിണ്ടോ, കാണാൻ പറ്റുന്ന കണ്ണുണ്ടോ? ആ കണ്ണിന്റെ സ്ഥാനത്തൊക്കെ രത്നങ്ങൾ പതിച്ചിട്ടല്ലേ അതല്ല തിളങ്ങുന്നത്? നിങ്ങൾ എന്താ ചിന്തിക്കാത്ത? ഇങ്ങനെ ഖുർആൻ ചോദിക്കുന്നത്? അതിനെ കുറിച്ച് ഖുർആൻ ചോദിക്കും. ആ ബിംബങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാരണ മക്കളെ ആ പ്രാർത്ഥന അവർ കേൾക്കൂല. അവിടെ ഖുർആന്റെ തഫ്സീർ പറയുന്നത് കൃത്യമായി എന്താ കേൾവി? അന്നഹ ജമാദാത്ത്. കാരണം അതൊക്കെ നിർജീവ വസ്തുക്കളാണ്. ലൈസ മിൻ ശൈഇൻ ഹസമാണ്. കേൾവി അതിന്റെ പ്രകൃതിപ്പെട്ടതല്ലേ, കല്ലല്ലേ, ലോഹമല്ലേ? എങ്ങനെ കേൾക്കുക? ഈ യഥാർത്ഥ ആശയം മറച്ചു പച്ചയാണ്. ഇത് തദൂഹും ആ മഹാത്മാക്കളെ ാക്കന്മാരെ വിളിച്ചാൽ അവർ നിങ്ങൾ വിളിച്ചു കേൾക്കൂല എന്ന് പച്ചയായ സാന്ദർഭ്യം പറയുന്നു. ഈ ഖുർആനിലെ ഒരു കക്ഷിയും വാങ്ങുന്നില്ല. ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾക്ക് എന്തൊക്കെ പുതിയ ആശയമുണ്ടോ ആ പുതിയ ആശയങ്ങളൊക്കെ അർത്ഥം എന്താ? അവർ സ്വന്തം ഖുർആൻ വ്യാഖ്യാനിച്ചു, അല്ല ഹദീസ് വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാ. അതൊക്കെ ദുർവ്യാഖ്യാനം. സ്വഹാബത്ത് പഠിപ്പിച്ച വ്യാഖ്യാനത്തിന് നേരെ എതിരാ ഘടകവിരുദ്ധ. ഇതാണ് എന്റെ വസ്തുത. ഞാൻ ദീർഘിപ്പിക്കില്ല. എന്റെ മാന്യ സഹോദരന്മാർക്ക് ഒരല്പസമയം സംശയത്തിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നമുക്ക് സംശയ നിവാരണത്തിന് കൂടി ഒരവസരം കണ്ടെത്താം. പിന്നെ നമുക്കതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് നേർച്ച ചെയ്യാറുള്ള ഇബാദത്താണ്. നേർച്ച തരാം. നമ്മൾ ബദ്രീകൾക്ക് നേർച്ച തരുന്ന ആൾക്കാരാണ്. റിഫായി ഷേഖിന്റെ പേരിൽ നേർച്ച തരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ മമ്പറത്തുകളുടെ പേരിൽ നേർച്ചയാക്കുന്ന ആൾക്കാരാണ്. നേർച്ച ഇബാദത്താകുമ്പോൾ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ മൊഹിദ്ദീൻ ഷേഖിന്റെ പേരിൽ പോയി നേർച്ച തരിക? റിഫായി ഷേഖിന്റെ പേരിൽ. അപ്പൊ മൊഹിദ്ദീൻ ഷേഖിന്റെ പേരിൽ പോയി നേർച്ച മൊഹിദ്ദീൻ ഷേഖിന്റെ ഇബാദത്തായി. അപ്പൊ മൊഹിദ്ദീൻ ഷേഖിന് ഇബാദത്തില്ല, അള്ളാഹ്ക്ക് ഇബാദത്ത് മുശ്രിക്കായിനെ എന്ന ചോദ്യം. പഠിച്ചോളെ, അതൊക്കെ വളരെ തെറ്റായ അബദ്ധപൂർണമായ ആശയം തെറ്റിദ്ധരിപ്പിക്കലാണ്. നേർച്ച ഇബാദത്തല്ലേ? നേർച്ച എന്ന കൃത്യമായി അതൊക്കെ നമ്മുടെ ഈ മദ്ഹബിന്റെ കിതാബുകൾ നിർണയിച്ച് നിർവചിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഇൽത്തിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ റഷീദിൻ ഖുർബത്തൻ ലം തതഅയ്യൻ. ഒരു ബുദ്ധിയുള്ള, ഒരു വിവേകമുള്ള ഒരു മുസ്ലിം ഒരു പുണ്യകർമ്മം നിർബന്ധമായി ചെയ്യാം എന്ന് ഏറ്റെടുക്കുന്നതിനാണ് ഇസ്ലാം നേർച്ച. അത് വിഭാഗം തന്നെയാണ്. ഉദാഹരണം, ഈ പരിപാടി കഴിഞ്ഞിട്ട് 10 സ്വലാത്ത് ചെല്ലാൻ ഞങ്ങൾ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുന്നത്തുള്ള സ്വലാത്തുള്ളത്, പക്ഷെ എന്തായി? അത് നിർബന്ധമായി. ഇങ്ങനെ സുന്നത്തായ കാര്യം നിർബന്ധമായി ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്നതാണ് നേർച്ച എന്ന് പറയാം. യതീം കുട്ടികൾക്ക് ഞാൻ നാളെ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ച യതീം കുട്ടി ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തുകൾ കൊടുത്താൽ പുണ്യം കിട്ടും. പക്ഷെ നേർച്ചയാക്കിയപ്പോൾ എന്തായി? നിർബന്ധമായി. പള്ളിപ്പട്ടിക്ക് ഞാൻ ഒരു 100 രൂപ നേർച്ചയാക്കി സംഭാവന അതിൽ പെട്ടിരുന്നാൽ പെട്ടിയുടെ നിർബന്ധം സുന്നത്തുള്ള ഒരു നല്ല പക്ഷെ നേർച്ചയാക്കിയ നിർബന്ധം നേർച്ച. സത്യത്തില് നമ്മൾ റിഫായി ഷെയ്ഖിന്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കി പറഞ്ഞാലേ എന്താ ഇതിന് അർത്ഥം? നിങ്ങളെ ചിന്തിച്ചു നോക്കി. റിഫായി ഷെയ്ഖിനെ ബഹുമാനിക്കിലേക്ക് പരിശോധിച്ച് നോക്കി, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും. അപ്പൊ ആ റിഫായി ഷെയ്ഖിന്റെ പേരിൽ കോഴിയെ നേർച്ചയാക്കി പറഞ്ഞാല് ആ കോഴിനെ അറുക്കുന്ന സമയത്ത് പള്ളി ഒരാൾക്ക് വിളി റിഫായി ഷെയ്ഖിന്റെ പേരിൽ യാസീൻ ഓതി
അദ്ദേഹത്തിന്റെ മതിയ ഇങ്ങനെ ചെയ്യാം. ഈ മരിച്ചവരുടെ പേര് സൽക്കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലമൊക്കെ മരിച്ചവർക്ക് കിട്ടുന്ന കാര്യം ഇസ്ലാമിക ലോകത്ത് ഇജ്മാ. ഏത് ചെയ്താലും ഒരു സ്വഹാബി പറഞ്ഞു നബിയോട് പറഞ്ഞു, നബി ഇന്ന ഉമ്മി ഇഫ്തുരിത്ത് യാ റസൂലല്ലാഹ്. നബി എന്റെ അമ്മ പെട്ടെന്ന് മരിച്ചത്, വാല ഗായിബുൻ, ഞാൻ പുറത്തായിരുന്നു. വല്ലാത്തൊരു ഖേദം. എന്റെ ഉമ്മാക്ക് അവസരം കിട്ടി ചിലപ്പോൾ സദഖ ചെയ്യുമായിരുന്നു. നീ അഫയംഫഴമായി സദഖ അല്ല, നബിന്റെ അമ്മാവോട് എനിക്ക് ഭയങ്കര ഇഷ്ടം, അമ്മാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സദഖ ചെയ്ത് അമ്മാക്ക് എന്റെ പുണ്യം കിട്ടുമോ? തങ്ങൾ ഞാൻ തസദ്ദഖാൻ ഇത് സദഖ ചെയ്തതിന്റെ കൂലി എന്റെ അമ്മാക്ക് കിട്ടുന്നു. വേറെ എന്റെ അമ്മ മരിച്ചു, നബി എന്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും സ്വതക്കത്ത് ഞാൻ പറഞ്ഞു തരണം. നബി നമ്മൾ ഈ മരുഭൂമി വെള്ളമില്ലാത്ത സ്ഥലം ഒരു കുഴി കിണർ കുഴിച്ചോ, എന്നിട്ട് എന്റെ അമ്മാന്റെ പേരിൽ എന്ത് ചെയ്യാൻ വക്കീലടാ, ആൾക്കാർ വെള്ളം കൊണ്ടുകൊടുത്ത കാലത്തോളം എന്റെ മകനെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇമ്മാതിരി ഹദീസുകൾ എത്ര എന്ത് സൽക്കർമ്മം മരിച്ചവരെ പേര് ചെയ്താലും അവർക്കത് കിട്ടും. ഇതാണ് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. മരിച്ചവർക്ക് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ പുണ്യങ്ങളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഈ അടിസ്ഥാനത്തിൽ മരിച്ച ആളുടെ പേരിൽ നമ്മൾ ചെയ്തു, മരിച്ച മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, റിഫായ് ഷെയ്ഖിന്റെ പേരിൽ ഇങ്ങനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് റിഫായ് ഷെയ്ഖിന്റെ പേരിൽ പോയി നിർത്തിയെന്ന് പറഞ്ഞാൽ. ബദരീങ്ങളുടെ പേരിൽ ഞാൻ മൗലൂദ് കഴിക്കാൻ തീർച്ചയെന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ മൗലൂദ് എടുത്തിട്ട് ഓതിൽക്കാരെ പ്രകീർത്തനം നടത്തിയിട്ട് ആര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ് സ്വാധീനങ്ങളെ ആളുകൾ കൊടുത്തുകാണ്ട് എന്ത് ചെയ്തു, ഒരു ദുആ ചെയ്തു, അവർക്ക് യാസിനെ പോയി ദുആ ചെയ്തു, ഹദിയ ചെയ്തു, അവർക്ക് അതിന്റെ പുണ്യം കിട്ടും. അതേപോലെ നമ്മൾ യത്തീം കുട്ടിയൊക്കെ വിളിച്ചാറില്ലേ, യത്തീം കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കാൻ നിർത്തിയാലും യത്തീം കുട്ടിയൊക്കെ എഴുതാത്ത അള്ളാഹുള്ള എഴുതാത്തതൊക്കെ അള്ളാഹു നിശ്ചയിച്ച പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യാണ്. ഞാൻ 100 യത്തീം കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കാൻ തീർച്ചയാക്കി. ആ യത്തീംകുട്ടികളുടെ വിഭാഗത്തിലെ അള്ള നിശ്ചയിച്ച കൽപ്പന അള്ളാഹുള്ള വിഭാഗത്ത അല്ലേ. പള്ളിക്ക് പായ കൊടുക്കാൻ നിർച്ചയ്ക്ക്, പള്ളിക്ക് നിർച്ചയ്ക്ക് വിഭാഗത്തിലെ പള്ളിക്ക് വിഭാഗത്തിലപ്പോ ശിർക്കാവോ? പള്ളിക്ക് പായ കൊടുക്കാൻ അള്ള പഠിപ്പിച്ചത് ആ പള്ളി നന്നാക്കണം, പള്ളി അലങ്കരിക്കണം, സൗകര്യം ചെയ്യണമെന്നത് ആ വിഭാഗത്തിൽ ചെയ്യാൻ നിർച്ചയിക്കുന്ന അപ്പൊ എനിക്ക് പുണ്യം കിട്ടും. ഇതല്ലേ സത്യം? ഇതുപോലെ ാണ് മഹാന്മാരെ പേര് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ മഹാന്മാർക്ക് കൊണ്ടുപോയി വിഭാഗത്തിയല്ല, എന്ന് കൽപ്പിച്ച കാര്യം അള്ളാഹു റസൂൽ കൽപ്പിച്ച കാര്യമാണ്. അപ്പൊ ആ പുണ്യം എനിക്ക് കിട്ടും എന്ന നിലയിൽ നേർച്ചയാക്കി അള്ളാഹുള്ള വിഭാഗത്തിൽ വെറുതെ ഒക്കെ ഉണ്ടാക്കി തരും. അല്ല ഒരർത്ഥം പിത്തം അക്കൗണ്ടിൽ വെച്ചൊന്നും അതൊക്കെ ശുദ്ധ നേർച്ചയാക്കിയാൽ ഇന്നമായി യുക്സദുബിഹി ഗാലിബൻ മിക്കവാറും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുക പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഹിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഫക്കീറമാർക്കൊക്കെ ദാനം ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല പ്രത്യേകം വല്ല നീയത്തുണ്ടെങ്കിൽ അതിലേക്ക് വിനിയോഗിക്കപ്പെടും. അതൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകൾ വസ്തുനിഷ്ഠമായി പറഞ്ഞ ഇസ്ലാം കൽപ്പിച്ച നല്ല കർമ്മങ്ങളെ ഗണത്തിൽപ്പെട്ടതാ. അതും അവർക്കുള്ള ഇബാദത്തോ ശിർക്കും കുഫ്റോ അങ്ങനത്തെ യാതൊരു വിഷയവുമല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുടെയും ആവശ്യമില്ല. പിന്നെ മന്ത്രോ നൂല് ഉറുക്കും ആ മാതിരി പരിപാടിയൊക്കെ ഒക്കെ ശിർക്കാണ്. ഇപ്പൊ മുജാഹിദിനെ തുടങ്ങിയത് മുജാഹിദ് തുടങ്ങിയപ്പോ ചില ഗ്രൂപ്പുകൾ സ്വയം ഏറ്റെടുത്ത് നടത്തുള്ളൂ. അവർ പറയാണ് ഈ മന്ത്രോ നൂലിനൊന്നും വേണ്ടിയിട്ട് സുന്നിന്റെ മുസ്ലിയാക്കന്മാർക്ക് പോകാൻ പറഞ്ഞേക്കേണ്ട, അതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർ ഇവിടെ കൊള്ളുന്നതാണ്. ഇപ്പോ മുജാഹിദ് തുടങ്ങിയപ്പോൾ പല ഗ്രൂപ്പുകളായ കൂട്ടത്തിൽ ഇതാ ഖുർആൻ പച്ചയായി നമ്മൾ ഖുർആൻ തന്നെ ആരൊക്കെ ആയത്തുകൾക്കുന്നു മാഹുവ ഷിഫാഉ വറഹ്മ, ഷിഫ നൽകുന്ന ശമനം നൽകുന്ന റഹ്മത്ത് നൽകുന്ന ആയത്തുകളുണ്ട്. ഖുർആനിന്റെ ആയത്ത് രോഗം നൽകുന്ന ആയത്ത് ആരൊക്കെ ഖുർആന്റെ വിശദീകരണ തഫ്സീർ ഖുർത്തുബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആയത്ത് ഇന്ന പാത്രത്തിൽ ഇന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് എഴുതിയിട്ട് കുടിച്ചിട്ട് അത് കലക്കിയിട്ട് കൊടുത്താല് ഇന്ന രോഗം ശമിക്കും. ഇങ്ങനെയൊക്കെ തഫ്സീർ ഖുർത്തുബി പോലുള്ള തഫ്സീർ ഇബ്നു കസീർ പോലുള്ള ഖുർആന്റെ ആധികാരികമായ തഫ്സീർ ഗ്രന്ഥങ്ങൾ വസ്തുനിഷ്ഠമായി വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു ലോകമുണ്ട്. നമ്മൾ വെറും ആശുപത്രി കൊണ്ട് മാത്രമാണ് എല്ലാ രോഗമാറും ധരിക്കേണ്ട. ഇസ്ലാം പറഞ്ഞതിന് എതിരാ. മന്ത്രം എന്ന സംവിധാനമുണ്ട്. അതിവിടെ പാരമ്പര്യമായി 14 നൂറ്റാണ്ട് കാലമായി അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് പഠിപ്പിച്ച് സ്വഹാബത്ത് അംഗീകരിച്ചു വരുന്ന ലോകത്ത് വ്യാപക. ഇന്ന് ലോകത്ത് ഏത് രാജ്യത്തിലും പരിശോധിച്ച് നോക്കി ഈ മന്ത്രവും ഈ ആത്മീയ ചികിത്സകളൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്. എത്ര പെട്ടെന്നൊക്കെ രോഗങ്ങൾ സുഖമാകുന്ന മന്ത്രം കൊണ്ട് ആത്മീയ ചികിത്സകളുണ്ട്. ഹദീസിൽ തന്നെ സ്വഹീഹ് ബുഖാരിയിൽ തന്നെ അത്തരം ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഔഫ് ഇബ്നു മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, ഔഫ് ഇബ്നു മാലിക് അൽ-അശ്അരി എന്ന് പറഞ്ഞ സ്വഹാബി നബി തങ്ങൾ എടുത്തു വന്നു.
തങ്ങളോട് ചോദിച്ചു, കുഞ്ഞ നിർത്തീഫിൽ ജാഹിലിയായ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ജാഹിലിയ കാലത്തെ ഞങ്ങൾ മന്ത്രിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ മന്ത്രിച്ച അപ്പ സുഖാവും, തേള് കുത്തിയാൽ. വിഷത്തിന് നല്ല സ്പെഷ്യലൈസേഷൻ മന്ത്രം ഞങ്ങൾ എടുക്കുന്നുണ്ട്, സ്പെഷ്യൽ മന്ത്രം. അതിന് ആളുകൾ സ്പെഷ്യലിസ്റ്റ്. പക്ഷെ മന്ത്രം പാടില്ല നിങ്ങളുടെ ഹദീസ് പറഞ്ഞ് ഞങ്ങൾ കേട്ടു പറഞ്ഞു. അതുണ്ട്. കാരണം മുജാഹിദിൽ പറഞ്ഞു, എന്നാ എഴുതു അലൈ റുക്കാക്ക്, നിങ്ങളെ മന്ത്രം ഒന്ന് കാണട്ടെ, ഒന്ന് പറയാൻ എന്താണ് മന്ത്രിക്കുന്ന വാചകങ്ങൾ എന്ന് ചോദിച്ചു. അവർ ചൊല്ലിക്കൊടുത്തു. ഇത് ചൊല്ലിക്കൊടുത്തപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇമാതിരി മന്ത്രം നിങ്ങളെ കൈവശമുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഫൽ യൻഫഅ അഖാഹു, തന്റെ സഹോദരന്മാർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് നല്ല മന്ത്രം. ആ മന്ത്രം എന്ന് പറയുന്നത് ശിർക്കില്ലാത്ത മന്ത്രമാണെങ്കിൽ ഒരു കുഴപ്പവും ഇസ്ലാമില്ല. ശിർക്കാ പ്രശ്നം. തങ്ങൾ മന്ത്രം ചോദിച്ചത് ദേവീ ദേവതകളുമായി ബന്ധപ്പെട്ട മുശ്രിക്കുകളുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും പൂജകളും. അത് നമുക്ക് പറ്റൂല്ലോ. അതാണ് തെറ്റ്. നേരെ വെച്ച് അള്ളാന്റെ ഖുർആനും ഹദീസും ആ തരത്തിലുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ആത്മീയ ചികിത്സകളും മന്ത്രങ്ങളും ഇസ്ലാമിൽ യാതൊരു വിലക്കില്ല. സഹീഹുൽ ബുഖാരിന്റെ ഹദീസ് ലോകത്ത് ആരും നിഷേധിക്കാത്ത ഹദീസാണ്. അസഹൽ കുതുബ് കിതാബിലെ അള്ളാന്റെ ഖുർആനിന്റെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിൽ പറയുന്നുണ്ട്, അന്ന നാസം മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ സ്വഹാബത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഒരു യാത്ര പോയി. അന്നൊക്കെ മരുഭൂമിയുടെ യാത്ര. വിശ്രമം എവിടെ ഒരു സൗകര്യപ്രദമായ സ്ഥലം കാണുമ്പോൾ ആ മണൽ തീരത്ത് എന്ത് ചെയ്യും, അവർ വിശ്രമിക്കും. ചെറിയ ടെന്റൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ വിശ്രമിക്കും. അവിടെ തീയൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കുറച്ചൊക്കെ ആൾക്കാരൊക്കെയുള്ള ഏരിയ കണ്ടപ്പോൾ അവിടെ വിശ്രമിച്ചു. വിശ്രമിച്ചപ്പോ ആ നാട്ടുകാരായ ആൾക്കാരുടെ ഒരു അപരിചിതരായ ആൾക്കാർ വന്നാൽ ആ എന്തൊക്കെ വിശേഷങ്ങൾ എവിടുന്ന വരുന്നത്, എന്തെങ്കിലും വല്ല സൗകര്യമൊക്കെ ചെയ്യാമെങ്കിൽ എന്ന് ചോദിക്കുമല്ലോ. ഫലം യഖ്റുഹു, ആ നാട്ടുകാർ മൈൻഡ് ചെയ്തവരെ. ഹദീസ് അങ്ങനെ സ്വഹീഹ് ബുഖാരി ഹദീസ്. അങ്ങനെ വന്നപ്പോ അവർക്ക് വലിയ പ്രയാസം തോന്നി. ഏതായാലും ഇവിടെ ഒപ്പിച്ചു പോകാം, നേരെ പോകാന്ന് വിചാരിച്ചു. ആൾക്കാർ ശരി അവിടെ. പക്ഷെ അതിനിടയിൽ എന്ത് സംഭവിച്ചു, ഇത് ലുദിയുടെ സയ്യിദ് ഉദായിക്കൽ തോന്നി. ആ നാട്ടുകാരുടെ നാട്ടുമൂപ്പനുണ്ട്, അയാൾ പരിപാടി നോക്കി രോഗസുഖമില്ല, അവരെ പ്രധാനിയാണ്. അവസാനം അവരിങ്ങനെ കൂടിയാൽ അപരിചിതരായ കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ടല്ലോ, ഒന്ന് ചോദിച്ചാൽ വല്ല മന്ത്രക്കാരുണ്ടെങ്കിലോ. അങ്ങനെ അവർ വന്നിട്ട് ചോദിച്ചു, ഹൽ റാഖിൻ, നിങ്ങളെ കൂടുതൽ മന്ത്രിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബകൾ പറയാം, ബുഖാരിന്റെ ഹദീസാ, ഞങ്ങളെ കൂടുതൽ മന്ത്രിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വല്ലാഹി ഞാൻ ഇറക്കി ഞങ്ങൾ പറയാനോ, ഞങ്ങൾ വന്നിട്ട് ഒരു മൈൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. പച്ച വെള്ളം പോലത്തെ ഒരു വിവരം കൂടി അന്വേഷിച്ചില്ല. മന്ത്രിച്ച് രോഗം സുഖമാക്കി തരാം, പക്ഷേ കൂലിയുടെ തരണം. കാരണം അങ്ങനത്തെ മനുഷ്യന്മാർക്ക് വെറുതെ വിട്ടുവീഴ്ചാമോ ചെയ്യണ്ടല്ലോ വിചാരിച്ചു. അവർ പറഞ്ഞു കൂലി തരാം, ഞങ്ങൾ മന്ത്രം പ്രധാനപ്പെട്ടാണ് ഒന്നും മന്ത്രിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർ ചെയ്തു. ഇത്ര ആടുന്ന കൂലി തരാം, കാശൊന്നും കറൻസില്ലാത്ത കാലഘട്ടമല്ലേ, ആയിക്കോട്ടെ കരാറായി. സഹാബികൾ ഒരാൾ ചെന്നിട്ട് മന്ത്രിച്ചു കൊടുത്തു, ആളെ വേഷമിറങ്ങി. ഇവർക്ക് പിന്നെ ടോട്ടലി സംശയം, പടച്ചോനെ മന്ത്രിച്ച് കൂലി വാങ്ങാൻ പാടുണ്ടോ? അതിപ്പോ തങ്ങൾ പറഞ്ഞിട്ടല്ല, മന്ത്രിക്കാൻ പഠിപ്പിച്ചു, പക്ഷെ കൂലി വാങ്ങാൻ പാടുണ്ടോ? കുറെ ആടുണ്ട്. അവർ നേരെ ഈ ആടുകളെ തിരിച്ചങ്ങോട്ട് ചെന്നു. നബി ഇങ്ങനത്തെ സംഭവം ഉണ്ടായി. ആരും ഞങ്ങൾ ചെന്ന മൈൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് ഈ ആടത്തെ കൂലി കിട്ടിയതാണ്. പറ്റുമല്ല, ഞങ്ങൾക്കറിയില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കാം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ ചിരിച്ചു, പല്ല് വെളിവായി പറഞ്ഞു. നല്ല ചിരി, പുഞ്ചിരിയല്ല. എന്തിനു കൂലി ഇസ്ലാമിന് ഓരോ വിഹിതം ഇരിക്കും തരുന്നതാണ് തങ്ങൾ. അത് സപ്പോർട്ട്. സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസാണ്. ഇതൊക്കെ അനിഷേധ്യമായ യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിക്ക് തിരക്കൂല എന്നിട്ട് ഈ വിഭാഗം തള്ളിക്കളഞ്ഞ് മന്ത്രത്തെ ദേവീ ദേവതകളുമായി വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെ നിരാകരിച്ച പ്രവാചക വചനങ്ങളെടുത്തായി മന്ത്രം പാടില്ല, ഉറുക്ക് പാടില്ല, ഇക്കല് പാടില്ല നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മഹാന അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസ്, അബൂ ദാവൂദ് ഹദീസ്. ഒരു പ്രത്യേക മന്ത്രം അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. 40 വരാക മക്കളെ ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട്. പ്രായം തികയാത്ത മക്കൾക്ക് ആ മന്ത്രം പ്രത്യേകം ഒരു തകിടിൽ എഴുതി റെഡിയാക്കിയിട്ട് അവരെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുമായിരുന്നു. അബൂ ദാവൂദിന്റെ ഹദീസ. സഹാബത്തിന്റെ പതിവ്. ഇതിലൊന്നും ഒരു സംശയത്തിനും ഒരവകാശവുമില്ല, തെറ്റിദ്ധരിക്കേണ്ട ഒരു വിഷയമല്ല, ഒരു ചാൻസും ഇല്ല. പിന്നെ നമ്മൾ സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ച് ആദരിച്ച് വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത കാര്യം പറയണ്ട, അംഗീകരിക്കുന്ന കാര്യമാണോ അവൻ തെളിവുണ്ടാവും. കാരണം നമ്മൾ പ്രാഥമികമായി ചിന്തിക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിം ഒന്ന് തലയിൽ സംതിങ് തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ മുസ്ലിംമാർ കുറെ ഉണ്ടല്ലോ ഇവിടെ. എന്നല്ല 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമല്ലോ കേരളത്തിലെ മുസ്ലിംമാർക്കും പണ്ഡിതന്മാർക്കും.
അവരൊക്കെ അംഗീകരിച്ചു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുസ്ലിയാർ വന്നു, ഒരു മൗലവി വന്നു, അതിന് തെളിവില്ല, ഇവിടെ തെളിവ് കണ്ടിട്ടില്ല, ആയി നമ്മൾ വഞ്ചിതരാകേണ്ട ആവശ്യമില്ല. മീറാജിന്റെ നോമ്പിൽ തെളിവുണ്ടോ, ഹദീസിന്റെ ബറാത്തിന്റെ നോമ്പിൽ തെളിവുണ്ടോ, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞു. അതിലൊന്നും നമ്മൾ വഞ്ചിക്കപ്പെടേണ്ട ആളുകളല്ല. ഈ കാണുന്ന മുസ്ലിം സമൂഹം മൊത്തം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ആലിമികൾ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, തെളിവില്ലെങ്കിൽ നടക്കുകയോ ചെയ്യോ? എന്താ ഈ കണ്ട ആലിമികൾക്ക്, ഈ മഹാന്മാരെ ആളുകൾ മരിച്ചു പോകട്ടെ? അവരൊക്കെ തെളിവില്ലാത്ത കാര്യങ്ങൾക്ക് അവർക്ക് എന്ത് നേട്ടം കിട്ടാൻ പോകുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബറാത്തും ഈ മിറാജും അതിന്റെ നോമ്പും അതിന്റെ ഫദത്തും ഇന്നും ഇന്നലും തുടങ്ങിയല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ നീണ്ട 14 നൂറ്റാണ്ട് കാലത്ത് ചരിത്രം പരിശോധിച്ചാൽ അത് സംബന്ധമായ തെളിവുകൾ ഹദീസുകളിൽ വളരെ കൃത്യമായി ബറാത്തിന്റെ നോമ്പിനും മിറാജിന്റെ നോമ്പും ഒക്കെ പറയുന്ന ഹദീസുകളുടെ സനദിന് വലിയ ശക്തിയില്ല. ഉള്ള പറയാലോ, ഹദീസിന്റെ സനദിന് ശക്തിയില്ല എന്നാണോ സ്വീപ്പായി വിചാരിക്കേണ്ട? സ്വീപ്പാവൂല. ഹദീസ് എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ വളരെ ഉത്തരവാദപ്പെട്ട ആൾ, സാധാരണക്കാരല്ല, മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആൾ, മനസ്സിലാക്കപ്പെട്ട ആളുകളാണ് പറഞ്ഞു തരാ. ഹദീസ് പറഞ്ഞാൽ നബിത്തങ്ങളെ വാക്കും പ്രവൃത്തി മൗനാനുവാദം. നബിത്തങ്ങളുടെ ജീവിതകാലത്ത് അത് ക്രോഡീകരിച്ചു വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. നബിത്തങ്ങൾ വഫാത്തായി പതിറ്റാണ്ടുകൾ 100 കഴിഞ്ഞിട്ടാണ് അല്ല ചങ്ങാതിമാരെ നബിത്തങ്ങളെ ഹദീസല്ലേ നമ്മുടെ രണ്ടാം പ്രമാണം. അത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എവിടുന്നാ പിൽക്കാലത്ത് തലമുറ കിട്ടുക? ഒക്കെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ചോദിച്ചു നോക്കണം. ഈ ഉസ്താദ് ചോദിച്ചാൽ ഉസ്താദിന്റെ വാപ്പാന്റെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, വാപ്പാക്ക് വേറെ ഉസ്താദിന് കിട്ടിയിട്ടുണ്ടാവും, വേറെ സ്വഹാബി നിൽക്കണം, ഇങ്ങനെ കിട്ടി പറഞ്ഞു തരാൻ പറ്റുന്ന സംഭവം ഇങ്ങനെ നഷ്ടപ്പെടാട്ടോ ക്രോഡീകരിക്കണ്ടേന്ന് ചോദിച്ചു. ശരിയാണ് പറഞ്ഞു. അങ്ങനെയാണ് 100 കൊല്ലങ്ങത്തെ ഹദീസുകൾ ശേഖരിക്കാൻ സനദുണ്ടായത്. അപ്പൊ ഹദീസ് എന്തായി? എനിക്കൊരു ഹദീസ്, വല്ല ഹദീസുകൾ എടുക്കും പോയിന്റ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഖാലിദ് പറഞ്ഞാൽ ഒരു ഹദീസ് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസിന്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ ഖാലിദോട് ചോദിക്കാം, ഖാലിദ് എനിക്ക് എവിടെ ഹദീസിന്റെ ജിനബിന്റെ കാലത്തില്ലല്ലോ. ഖാലിദ് പറയടാ, എനിക്കിന്റെ ഉപ്പ പറയുന്ന ഹദീസാണ്, ഉപ്പ ചെറുപ്പത്തിൽ പറയുന്നതാണ് പറഞ്ഞു. ഉപ്പാക്ക് എവിടുന്ന് കിട്ടിയാവോ? അത് ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ ദക്കുവാന്റെ അടുത്താണ് കിട്ടിയിട്ടുള്ളതെന്ന്. ദക്കുവാൻ എന്താ കിട്ടിയാവോ? ദക്കുവാൻ അബൂഹുറൈറ സ്വഹാബി പറഞ്ഞു കൊടുത്തതെന്നാണത്. അബൂഹുറൈറ എവിടുന്നാ കിട്ടിയാവോ? നബിത്തങ്ങൾ നേരെ പറഞ്ഞ കേട്ടതാണ്. അത് ശരി, അങ്ങനെ എന്നപ്പ എഴുതി വെച്ചു. ഞാൻ എന്ത് ചെയ്തു? ഹദ്ദസനാ ഖാലിദ്, ഖാല ഹദ്ദസനാ ദക്കുവാനു, ഖാല ഹദ്ദസനാ അബൂഹുറൈറ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങൾ എന്റെ ഇടയിലുണ്ടായി 3 ആളായി 4 ആളായി. ചിലത് 5 ആളുണ്ടാവും, 6 ആളുണ്ടാവും, 7 ആളുണ്ടാവും, 8 ആളുണ്ടാവും. അതാ സനദ് അറിയാം. ഇതിങ്ങനെ ഈ രീതിയിൽ ഹദീസ് ഓടിക്കുക. അപ്പൊ ആ സനദിൽപ്പെട്ട ആ വ്യക്തികൾ നല്ല ആൾക്കാരാണെങ്കിൽ ഹദീസ് സ്വഹീഹ്. അതിലൊരാൾക്ക് സംതിങ് തകരാറ്, ചെറിയൊരു ഓർമ്മ പശകളാണ് ആ ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ ഹദീസ് ലൈഫാവും. അപ്പൊ അതുകൊണ്ട് ഹദീസിന്റെ പണ്ഡിതന്മാർ തീരുമാനിച്ച തീരുമാനമുണ്ട്. ഫറദ്, നിർബന്ധം, സുന്നത്ത്, അതുപോലെ നിയമം, വിധി, കാര്യങ്ങളൊക്കെ ഹറാം ഇങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ സ്വഹീഹായ ഹദീസ് തന്നെ വേണം. ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എന്ത് മതി? ഹദീസിന്റെ സനദിൽ ചെറിയ തകരാറുണ്ടായാലും കുഴപ്പമില്ല. ഇത് പൊതു തത്വമായി ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചതാ. ഈ ബറാത്ത് നോമ്പിന്റെയും അതുപോലെ ഈ പറയുന്ന മിറാജ് നോമ്പിന്റെയൊക്കെ ഹദീസില്ലാത്ത കുഴപ്പമില്ല. ഈ ഹദീസുകളുടെ സനദുകൾക്ക് ചെറിയ ചെറിയ ചില തകരാറുകളുണ്ട്. പക്ഷെ ആ തകരാറുകൾ ഉണ്ടെങ്കിലും അത്തരം മിറാജിന്റെ പ്രാധാന്യം പറയുമ്പോൾ ബറാഅത്തിന്റെ ബറാഅങ്ങൾ ഒരുപാട് വാതിൽ കേട്ടിട്ടില്ലേ? അലി റളിയല്ലാഹു റിപ്പോർട്ട്, ഈ ലൈലത്തുൽ നിസ്ഫിൻ ഷഅബാന്റെ പകുതിയുടെ രാവ്, അതാണ് ബറാത്ത് രാവ്. ആ രാവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രാത്രി നിസ്കരിക്കുക. വസൂമു നഹാറഹ, പകൽ നിങ്ങൾ നോമ്പെടുത്തോ. ഹദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറാത്തിന്റെ രാത്രിയിൽ, ഷഅബാന്റെ രാത്രിയിൽ ഒരു ദിവസം രാത്രിയാണെന്ന് ഇറങ്ങുന്നത് ആയിഷ ബീവിന്റെ കൂടെയാണ്. രാത്രി കുറച്ചു നേരത്തെ നബിത്തങ്ങളെ കാണുന്നില്ല. നബിത്തങ്ങൾ ആയിഷ ബീവി തപ്പി നോക്കി, സ്ഥലത്തില്ല, എവിടെ പോയി പഠിച്ചോനെ? ഏതെങ്കിലും ഭാര്യമാരടുത്ത് വേറെ പോയോ? സംശയമായി. കുറെ അസ്വസ്ഥത കാണിച്ചു. ലാസ്റ്റ് നബിത്തങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ നബിത്തങ്ങൾക്ക് ഒറ്റപ്പാട് കണ്ടപ്പോ, അസ്വസ്ഥ കണ്ടപ്പോ, യഹീഫല്ലാഹു അലൈക്കി വറസൂലുഹു, അള്ളി റസൂലിനോട് അതിക്രമം കാണിച്ചു എന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു. ആയിഷ, സംഭവം അതല്ല, ഇത് ലൈലത്തുൽ ബറാത്തിന്റെ രാവ, ഷഅബാൻ 15 രാവ്. ഇന്ന് ഒരുപാട് ആളുകൾ കള്ള പുറത്തു കൊടുക്കും. ഞാൻ ആ ബഖീയിൽ പോയിട്ട് അവിടുത്തെ മരിച്ചു കിടക്കുന്ന മോമിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. അമ്മാതിരി അനവധി ഹദീസുകളുണ്ട്. ഇതുപോലെ തന്നെ ആ സംബന്ധിച്ച ഹദീസുകൾ മൊത്തം ക്രോഡീകരിച്ചുകൊണ്ട് ഈ ബറാഅത്തിന്റെ രാവിന്റെ, മിറാജിന്റെ രാവിന്റെ എല്ലാ ഫളീലത്തും വിശദീകരിക്കപ്പെട്ടതാണ്. വിശദീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ ശാഫിഈ മദ്ഹബിൽ തന്നെ തെളിവില്ല എന്ന് പറയുമ്പോൾ ഫത്താവൽ കുബൈ ഇബ്നു ഹജർ തന്നെ വസ്തബത്തും മഖ്സൂസ, ഈ രാത്രി
മഗ്ഫിറത്ത് മഖ്സൂസ, ബറാഅത്തിന് ഒരു പ്രത്യേകമായ മഗ്ഫിറത്തുണ്ട്. വസ്തിജാബത്ത് മഖ്സൂസ, പ്രത്യേകമായ ഉത്തരം കിട്ടലുണ്ട്. വമിൻ സമ്മ ഖാല ശാഫിഈ, അക്കാരണോട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന ദുആ ഇസ്തജാബ ഫിഹാ, ബറാഅത്തിന്റെ ദുആ ഇജാബത്തുണ്ട് ഫതാവൽ കുബ്ര. ഈ നിലയിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ച് പാരമ്പര്യമായി ലോകത്ത് നടന്നു വരുന്ന രീതി അത്. ഏതെങ്കിലും ഒരു ചെറിയ മുസ്ലിം വന്നിട്ട് 4 പ്രസംഗത്തിൽ 4 വർഷം കൺഫിഡൻ്റ് ആൾ പലത്തോടെ വഴിതെറ്റിക്കാൻ നമുക്ക് ഉറച്ച നമ്മുടെ ഖുർആൻ ഹദീസല്ല. ആ ഖുർആൻ ഹദീസ് മഹാന്മാരായ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം അതാ മദ്ഹബിന്റെ കിതാബുകൾ. നമ്മൾ അംഗീകൃത മദ്ഹബിന്റെ ഷാഫി മദ്ഹബിന്റെ കിതാബാണ്. ഷാഫി മദ്ഹബിന്റെ കിതാബുണ്ടോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയല്ല. 14 നൂറ്റാണ്ടിന് അപ്പുറം സ്വഹാബത്ത് വിശദീകരിച്ച് ക്രോഡീകരിച്ച് വെച്ച ലോക മുസ്ലിമുകൾ അംഗീകരിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിലുണ്ടോ? അവിടെ നിന്നോ? ഏതെങ്കിലും പുതിയ ചെറുപ്പക്കാർ വന്ന് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംവിധാനത്തിൽ ഒരു സംശയത്തിനും ഒരവകാശവുമില്ല. ഇത് വസ്തുതാപരമായ യാഥാർത്ഥ്യം വളരെ വളരെ ചുരുക്കി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതൊക്കെയാണ് വസ്തുത. ഇതിനെ സംശയിക്കില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നീളും. ഞാൻ ചോദിക്കട്ടെ, ഈ ഔലിയാക്കന്മാരായ ആളുകൾ കുറെ ഉണ്ടല്ലോ, നല്ല മനുഷ്യന്മാർ. ആ ഗണത്തിൽ ഏതെങ്കിലും സുന്നല്ലാത്ത എണ്ണങ്ങൾ കണ്ടു നമ്മൾ ചിന്തിക്കാം. അവിടെ തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിം നിങ്ങൾക്കൊക്കെ അറിയാം. നവറല്ലാഹു മർഹബ, അള്ളാഹു ദറജ കൂടുതൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു വല്ലാത്ത മനുഷ്യൻ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരൊക്കെ നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ പോലെ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പുറത്ത് ഈ അടുത്ത് വഫാത്തായ മഹാനാണ് മടവൂർ വലിയുള്ള സിയം വലിയുള്ള നവറല്ലാഹു മർഹബ, അവരും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പടച്ചോനെ, അവരൊക്കെ കറാമത്ത് അനുഭവിച്ചറിഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ സാക്ഷി. എത്രയോ ആളുകളൊക്കെ ക്രോഡീകരിക്കുകയാണെങ്കിൽ ശരിക്കും സനദില്ലാതെ ഇന്ന ആൾ പറഞ്ഞ് നേർക്കുന്നേര അനുഭവസ്ഥര ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അമ്മാതിരി എത്ര ഔലിയാക്കന്മാർ ഇവിടെ ജീവിച്ചു മരിച്ചുപോയി. അതിന് തൊട്ടു മുമ്പ് മരിച്ചുപോയ എത്ര വലിയ മഹാന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകട്ടെ. ഏതെങ്കിലും ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരു മുജാഹിദിനെ, ഒരു ജമാഅത്തിനെ, ഒരു ഏൽപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഈ തെളിച്ചുകൾക്ക് ഏതെങ്കിലും ആൾക്കാർ ഔലിയാക്കളെ കൂട്ടത്തിൽ കണ്ടുകളോ? ഇല്ലല്ലോ. എന്താ പ്രശ്നം? കാരണം യഥാർത്ഥത്തിൽ ഔലിയാക്കണമെങ്കിൽ ആരാണെന്നോ ശരിക്കും 100% കറക്റ്റ് ജീവിക്കണം. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി തആല, നന്നായി അല്ലാഹനെ മനസ്സിലാക്കണം. ഹസ്ബമായും അൽ മുബാദിബ ത്വാഅത്തി, ഇബാദത്തിൽ ഇങ്ങനെ മുഴുകണം. അൽ മുജ്തനിബ് അൽ മാഅസി, ദോഷം തീരെ ചെയ്യാൻ പാടില്ല. ദോഷാണ് ഈ പുതിയ ചിന്തകളൊക്കെ ദോഷ, തെറ്റാണ്, വലിയ തെറ്റാണ്. അൽ മുഅ്രിദു അൻ ഇൻഹിമാത്തി ഫിൽ ലദ്ദാത്തി വശഹവാത്തി, ഹലാലാണെങ്കിൽ പോലും മനസ്സിനും സന്തോഷം താല്പര്യം പകരുന്ന നിർവൃത്തി പകരുന്ന കാര്യങ്ങൾ മുഴുകരുത്, വിട്ടു നിൽക്കണം. അങ്ങനെ നേരെ ജീവിക്കുന്നതാണ് വലിയാവും അല്ലേ? അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളെ ഗണത്തിൽ ഒരു പുതിയ ചിന്താഗതിക്കാരനെ കാണാൻ കഴിയില്ല. നമുക്ക് തർക്കമില്ലാത്ത മഹാന്മാരുടെ ഈ അടുത്തല്ലേ വഫാത്തായ ഉസ്താദുൽ അസാത്തി റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖബ, അവരൊക്കെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആലങ്കാരികമായി പറയല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ ശിഷ്യന്മാർ ഏകണ്ഠമായി പറയാണ്, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ. ഒരു കറാഹത്ത് ഒരു സെക്കൻഡും കൂടി അധികം നോക്കിയാൽ ഹറാമായി. അങ്ങനത്തെ ഹറാമ് കണ്ണിട്ട് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. കറാഹത്ത് ചെയ്തില്ല. കറാഹത്തില്ല ചെയ്താൽ കുറ്റൊന്നുമില്ല, ചെയ്യാതെ കൂടിട്ടോ. ഉദാഹരണം നമ്മളിങ്ങനെ പോകുമ്പോ തുപ്പുന്നു, വലതു ഭാഗത്തിൽ തുപ്പിക്ക മുമ്പ് മഹബൂബ് എഴുന്നേറ്റു, കറാഹത്ത. അഭിനന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി സൈനുൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകിയ അദ്ദേഹം പറഞ്ഞ അനുഭവ. അദ്ദേഹത്തിന് ഉസ്താദ കണ്ണൂർ ഉസ്താദ്. അവർ ഒരുമിച്ച് ഒരു ദിവസം കണ്ണൂർ ഭാഗത്തേക്ക് കാറിൽ യാത്ര പോവുക. കണ്ണൂർസ്ഥാന് ആവശ്യപ്പെട്ട വയസ്സായിട്ടുണ്ടല്ലോ. ളുഹർ നിസ്കരിക്കാൻ പള്ളിക്ക് ചെറുശ്ശേരോട് ഇമാം നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇമാം നിസ്കരിച്ചു, സലാം വീട്ടിയിട്ട് മൂപ്പര ദിക്റും ചെറിയ ഒരു ദുആയും നടത്തിയിട്ട് എഴുന്നേറ്റു. വണ്ടി കയറിയിട്ട് കണ്ണിയക്കുസ്താവറോ സൈനുദ്ദീൻ മുസ്ലിയാരെ യാത്രയിലൊക്കെ ആവുമ്പോ ആ ദിക്റും ദുആയൊക്കെ വണ്ടിയിൽ വെച്ച് ചെല്ലാൻ പോരായിരുന്നോ? ഞാനിങ്ങനെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഇടയ്ക്കിപ്പം എഴുന്നേക്കുന്നു, ഞാൻ ഒന്ന് പൊന്തി നോക്കും, പിന്നെ അവിടെ തന്നെ ഇരിക്കും, പൊന്തി നോക്കും, പിന്നെ അവിടെ തന്നെ ഇരിക്കും. കാരണം ഇമാമ് എഴുന്നേൽക്കും മഹ്മൂമൾക്ക് കറാത്താണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒപ്പിച്ചതാണ്. അതാണ് കണ്ണിയക്കുസ്താവ്. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ കേരളത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ത്യാഗം ചെയ്ത മഹാനല്ലേ, ദീർഘസമസ്തന്റെ അധ്യക്ഷനല്ലേ. അങ്ങനെ പരിശോധിച്ച് നോക്കി. ഈ മഹാന്മാരായ ആളുകളൊക്കെ ഈ ഗണത്തിലുണ്ടായിട്ടുള്ളത്.
അതൊക്കെ നല്ലതിൽ മരിച്ചുപോയ ആൾക്കാരുവാ. ഈ മാർഗത്തിൽ സംശയമല്ല. പിന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാട്ടിൽ നടക്കുന്നെങ്കിൽ അതിന്റെ ആൾക്കാർ നമ്മളല്ല, അതിനെതിരെ സമസ്ത നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ സമസ്തക്ക് ഭരണമല്ല, അതുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല. അത് മാത്രം. ഖബറിൽ അനാചാരം നടക്കുന്നില്ലേ? ഒരുപാട് നടക്കുന്നുണ്ട്. കൊണ്ടോട്ടി തീർച്ചയായിട്ടുണ്ടാ മതി. എന്താ അവിടെ നടക്കുന്ന തമ്മാടിത്തകള്? കൊണ്ടോട്ടി മഖാമിൽ കിടക്കുന്ന ഒരു മഹാന്റെ പേരിൽ നടക്കുന്ന നേർച്ചയുടെ പേരിൽ ഇപ്പുറത്ത് നടക്കുന്നത് പാടത്തും പറമ്പത്തും റോട്ടിലും നടക്കുന്ന സർക്കസും എല്ലാ ഏടാകുടങ്ങളും നടക്കുന്നുണ്ട് അവിടെ. സമസ്ത എന്താ ഇമാതിരി ഏർപ്പാട് തുടങ്ങിയ കാലഘട്ടത്തിൽ 1951 നീണ്ട 6 വകുപ്പുകൾ പുസ്തകം ഇതിനൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിന്റെ വാചകം ഇപ്പോഴും കാണാൻ പേരിൽ വരുന്നു, കഴിച്ചുനേറിലും മറ്റും ഇന്ന് നടന്നു വരുന്നതും ചെയ്യുകയും തൽസ്ഥാനത്ത് സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് യോഗം തീരുമാനിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സമസ്ത കഴിയുള്ളൂ. അത് നമ്മളെ ശ്രമിക്കണം. നിങ്ങൾ മഹൽ ജമാഅത്തിന് ഉത്തരവാദപ്പെട്ട ആളുകളാണ്. നമ്മുടെ മഹൽ അനാചാരം നടക്കുന്നത് നമ്മൾ കമ്മിറ്റി സ്റ്റാൻഡാണ്. ഖത്തീബും കൂടിയിട്ട് അത് നിർത്താൻ നമ്മൾക്ക് അത് ചെയ്യേണ്ടത്. സമസ്തയ്ക്ക് ഈ ആശയം ചൂണ്ടിക്കാണിച്ചിടാനേ കഴിയുള്ളൂ. ഒരു വ്യാജ സിദ്ധൻ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അത്തരം സിദ്ധന്മാർക്ക് ഇവിടെ ചാൻസ് ഇല്ല. ഇത് ഞങ്ങളുടെ സുന്നിന്റെ മഹൽ ജമാഅത്ത, സമസ്തന്റെ മഹൽ ജമാഅത്ത. ഇവിടെ വ്യാജ സിദ്ധന്മാർക്ക് ചാൻസ് ഇല്ല. വെറുതെ ഇവിടെ കൂടിയിട്ട് അവിടുന്ന് പോയിക്കോറ ആട്ടി വിടണം. മഹാന്മാരാകുമ്പോൾ അതിനൊരു മാനദണ്ഡമുണ്ട്. അടിസ്ഥാനപരമായി ദീനിന്റെ ആളാണ്. എന്നിട്ടല്ലേ മഹാനാവുള്ളൂ, വലിയാകുള്ളൂ, മഹാനാകുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരുപാട് ത്വരീക്കത്തുള്ള സമസ്തക്കാരുടെ നമ്മളുള്ള ത്വരീക്കത്തിന് സമസ്ത നിരല്ല. ഈ പറഞ്ഞ ത്വരീക്കത്തുകൾക്കൊക്കെ എന്തെങ്കിലും തകരാറുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഷർത്തും ആലുവ ത്വരീക്കത്തിന് എതിർത്തത്. ആലുവ ത്വരീക്കത്തിന് സമസ്ത കേരള ജമ്മത്ത് എതിർത്തു. കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ആലുവ ത്വരീക്കത്തിന്റെ നായകൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരു ശൈഖിന്റെയും മഹാന്റെയും പദവികൾ പോയിട്ട് അവിടെ വ്യക്തി ജീവിതവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ പുറത്തു വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് തെളിവ് ആവശ്യമില്ലാത്തത്. അദ്ദേഹം സ്വയം പറയാണ്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ പദവി അലങ്കരിക്കുന്ന ആൾക്കാരെ അബുദാലിങ്ങൾ വലിയ പദവിയുള്ള ആൾക്കാരെ ലോകത്ത് കുറച്ച് ആൾക്കാരെ അബുദാലിങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ അബുദാലികളുടെ പദവിക്ക് കുറച്ച് ആൾക്കാരെടുക്കാൻ എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. 50,000 രൂപയാണ് മൂപ്പര്. സത്യം. അപ്പൊ അതിന് മൂപ്പരോട് വിശദീകരണം മൂപ്പര് പറയുന്നത്, ഞാൻ അലി റളിയല്ലാഹു അൻഹു വെച്ച് ഖൽവത്തിലിരിക്കുന്ന സമയത്ത്, ഖൽവത്തിനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു ഔലിയാക്കന്മാരല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെടുത്തുള്ള 50,000 രൂപ വെച്ച് ഓടിയുന്നത്. അങ്ങനെ 30,000 ആൾക്കാർ 10 മനുഷ്യന്മാർ അത് നിഷേധിക്കാൻ സാധിക്കും. അയാൾ ഈ തരത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിനൊപ്പം നടന്ന് റെക്കോർഡ് ചെയ്ത കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മഹാനും വലിയ കുത്തുബും ഗൗസും ഉറബ്യ ഷെയ്ഖും പോയിട്ട് യഥാർത്ഥ മുസ്ലിമിന് വേണ്ട ഒരു ക്വാളിറ്റിയും അദ്ദേഹത്തിനില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ട വാചകം ചിലത് കൂടെ ഉദ്ധരിക്കാൻ കഴിയില്ല. ആണ് ചില പറഞ്ഞ വാചകങ്ങൾ. മഹാനായ സമസ്ത കേരള ജമിയുടെ സ്ഥാപകനായ മഹാനായ പാങ്ങും അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നികൃഷ്ടമായ വാക്ക പ്രയോഗിച്ചു. അപ്പൊ അത്തരം ആളുകളെക്കുറിച്ച് നമ്മൾ കുറെ സമസ്ത കേരളങ്ങൾ പഠിച്ച, കാരണം അവർ വളരെ സൂക്ഷ്മമായി ആലോചിച്ചും പഠിച്ചു ഉറപ്പിച്ചെടുത്ത തീരുമാനം നോക്കുന്നത്. 90 വർഷക്കാലം സമസ്ത മുന്നോട്ട് പോയി എത്ര പ്രസ്ഥാനങ്ങൾ എതിർത്തു, എത്ര കാര്യങ്ങൾ ചോദ്യം ചെയ്തു. ഇന്ന് വരെ ഒരു കാര്യം തെറ്റായി പോയിട്ടില്ലല്ലോ. കാരണം കൂടുതൽ തെളിയാത്ത ഈ ആലുവത്തിലേക്ക് അന്ന് ഈ തെളിവൊന്നും കണ്ടിട്ടില്ല. അന്ന് ഈ ഷെയ്ഖിന്റെ ഷർത്തുകൾ ക്വാളിറ്റി കണ്ടത്. ഇപ്പതാ പ്രകടമായി അദ്ദേഹത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ പലിശപ്പണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വിശദാംശങ്ങൾ ഈ സ്ഥലത്തിൽ കാര്യമായി വിവരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞില്ല, വേറെ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആശയത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട, ഒരു സന്ദേഹവും വേണ്ട. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനത്തേക്ക് നമുക്ക് ഒരു സംശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം. ഈ സുന്നത്ത് ജമാഅത്ത് ഹക്കാണ് ശരി. അതിന്റെ മഹാന്മാരായ ഉലമാക്കളൊക്കെ തന്നെയാണ് ആലിമിയും ഔലിയാക്കളും സാദാത്തുമൊക്കെ മനുഷ്യന്മാർ, അതൊക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് സംശയമുണ്ട്. ഏറ്റവും മോശക്കാർ സുന്നികളാണ്. നമ്മളുള്ളത് പറയണല്ലോ, കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു നാട്ടിൽ ഏറ്റവും മോശമായ കള്ളുടിയന്മാര്, ശീർക്കളിക്കാര്, വ്യഭിചാരികൾ, സകല തരികടലും പിടികൂടുന്ന ആൾക്കാരൊക്കെ ആരായിരിക്കും? സുന്നികൾ. മുജാഹിദായി തിരക്കുള്ള നല്ല ആൾക്കാരാണ് അവർ.
ഒരത്യാവശ്യം മര്യാദക്ക് പള്ളിയിൽ പോകും, ഓല് സക്കാത്ത് പാവപ്പെട്ടവർ കമ്മിറ്റിക്കാണെങ്കിൽ കൊടുക്കും. അങ്ങനെ അതിന്റെ കാര്യങ്ങളെല്ലാം സംഭാവന വളരെ സജീവം ആക്റ്റീവ്, എല്ലാ കാര്യങ്ങളും ഒരു ഉഷാറാണ്. ചിലപ്പോൾ ഈ പള്ളിക്കാർ അപ്പുറത്തെ പള്ളിക്കാർ പോകുന്നത് മാത്രം. ജമാഅത്തർ പറയും അവിടെ നല്ല ക്ലാസ്സും കാര്യവും സ്റ്റഡി ക്ലാസ്സൊക്കെ വെച്ചിട്ട് അവരാ ചിട്ടനുസരിച്ച് അങ്ങനെ പോകും. ഈ പ്രബോധനം എവിടെ എത്തിക്കേണ്ട അവിടെ എത്തിക്കും, മാധ്യമം എത്തിക്കുന്നത് അവരാ ജോലി ശരിക്കും ഭംഗിയായി നിർവഹിച്ച് നല്ല ചുറ്റിയിലെ ജീവിതം. തബ്ലീഗുകാർ പറയും വേണ്ട, എന്താ സ്വാധീനങ്ങളാ മനുഷ്യന്മാര്, കണ്ടാത്തന്നെ നല്ല മനുഷ്യന്മാരാ, ഒരു തകരാറ്. നൂരിഷാത്തരിക്കത്തോ ദിക്കറാണ്, നല്ല നല്ല ദിക്കറും കാര്യമാണ്. ആലുവ തരീക്കത്തോ ദിക്കറോട് ദിക്കറ്. പക്ഷെ ഇങ്ങനത്തെ പ്രത്യക്ഷ ചില കാര്യം മാനി ബാപ്പാനി വരെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ആ തരീക്കത്തിന്റെ ശൈത്താനീയത്തിന്റെ പ്രശ്നമാണ്. എന്നാലും ദിക്കറും കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ അവർക്കും വേറെ ഏത് സംഘടനകൾ പരിശോധിച്ചിട്ട് എല്ലാ ഗ്രൂപ്പും ആപേക്ഷികമായി നമ്മളല്ലാത്തവരൊക്കെ നല്ല പാർട്ടിക്കാരാണ്. നമ്മുടെ ആൾക്കാരോ ഏറ്റവും മോശം. എല്ലാ തരികിട ആളുകളും നമ്മുടെ കൂട്ടത്തിലാണ്. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. നിലമ്പൂരിൽ മന്ദബുദ്ധിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു 6 പ്രതികളാണ്, 6 മുസ്ലിമാണ്. അബ്ദുൽ ഖുദ്ദൂസ്, ഇങ്ങനെ 6 പേരുണ്ട് മുസ്ലിംക്ക് പേര്, പത്രത്തിൽ വന്നതാണ്. ഈ 6 ആളാ ആരാളാ? മുജാഹിദിന്റെ ഓഫീസിൽ പോയി ചോദിച്ചു. ഈ 6 ആളാളാ കേന്ദ്രമന്ത്രി പറഞ്ഞു, ഇത് ഞങ്ങൾ ആൾക്കാരല്ല, നിങ്ങൾ ആ മടവൂരിന്റെ ഓഫീസിൽ പോയി ചോദിച്ചു നോക്കിയത്. അങ്ങോട്ട് വിട്ടു. ഓഫീസിൽ 6 ആൾക്ക് പത്രം കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആൾക്കാരല്ല, ഞങ്ങൾ ആ ജില്ലിന്റെ ഓഫീസിൽ പോയി ചോദിച്ചു നോക്കിയാൽ അങ്ങോട്ട്. അങ്ങനെ മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പിലും പോയി അവരാൾക്കാരല്ല. നമ്മുടെ ജമാഅത്തിന്റെ ഓഫീസിൽ പോയി ചോദിക്കാം. ജമാഅത്തോട് ചോദിച്ചാൽ ജമാഅത്ത് ഞങ്ങൾ കേഡർ പാർട്ടി, ഞങ്ങളൊന്നും മെമ്പർഷിപ്പിന് കൊടുക്കൂല, ഞങ്ങൾ ആൾക്കാരല്ലത് പറഞ്ഞു. വേഗം അവിടെ ഇറങ്ങിപ്പോകും. എന്നാ പിന്നെ കാര്യം ചെയ്യാ, NDFന്റെ ഓഫീസിൽ ചെറുപ്പക്കാരൊക്കെ അവിടെ ഉള്ളത് കുറെ ആൾക്കാർ പണ്ട് കാലത്ത് ഇപ്പൊ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട് അതൊക്കെ സമസ്ത എടുത്ത് തീരുമാനം നോക്കുന്നത്. NDFന്റെ ഒക്കെ തുടക്കത്തിൽ എത്ര ആൾക്കാരായാലും ആകൃഷ്ടരായത്. സമസ്ത കേരള ഗവൺമെന്റ് സുചിന്തനമായ നിലപാട് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കാൻ തുടങ്ങിയത്. ഇത് അപകടകരമാണ്, ഈ രാജ്യത്ത് ഫിറ്റല്ല, ഈ ഖുർആനും ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനങ്ങൾക്കും മദ്ഹബിന്റെ കിതാബുകൾക്കും അനുയോജ്യമല്ല. നമ്മൾ വിട്ടുനിൽക്കുന്ന ശക്തമായ നിലപാട് സമസ്ത കേരള ഗവൺമെന്റാണ് സ്വീകരിച്ചത്. അങ്ങനെയല്ലേ അതിന് ചെറുത്തിരിക്കാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ ചെറുപ്പക്കാർ അവിടെ പോയി കാരണം അവർക്ക് നോക്കി ഡിവിഷൻ, സബ് ഡിവിഷൻ, യൂണിറ്റ്, നമ്മളീ ആൾക്കാരല്ല ഇല്ലട്ടോ, ഇതില്ല. എന്നാ തബ്ലീഗ് പോയി വെക്കാറോ? തബ്ലീഗ് ഓഫീസിൽ പോയി ചോദിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ജമാഅത്ത് ഇന്ന് വരെ നാട്ടിൽ പോയിട്ടില്ല, ഞങ്ങൾ ആൾക്കാരല്ല. എന്നാ പിന്നെ ആരെ കഴിച്ചു ബാക്കി സുന്നി, എന്നാ ഇനി 6 ആൾ സുന്നി. ഇങ്ങനെ സുന്നിനെ മനസ്സിലാക്കണോണ്ട് ആ സുന്നി മോശമാണ്. കഴിച്ചു ബാക്കി സുന്നി. മുജാഹിദുകൾക്കും ജമാഅത്തുകൾക്കും തബ്ലീഗ് കഴിച്ചു ബാക്കി, ആ സുന്നി അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. കഴിച്ചു ബാക്കി 90% സുന്നി തന്നെയാണ്. ഇവരൊക്കെ പാടെ സുന്നി എന്ന് കൂട്ടുമ്പോൾ ആ സുന്നി മോശമായി തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു സുന്നി അനുസരിച്ച് പണോകുന്ന, കൃത്യമായി ദിക്റും വിരുദുകളും കൊണ്ടു നടക്കുന്ന, ആ മഹാന്മാരുടെ ആദരവ് കാണിക്കുന്ന ആ നല്ല സുന്നിന്റെ കാരണവന്മാർ, ചെറുപ്പക്കാർ, നല്ല സഹോദരിമാർ, ഇവരെ നോക്കിക്കണ്ടാൽ മുഖത്തന്നെ നോക്കി ഈമാന്റെ തെളിച്ചങ്ങനെ കാണും. ഈമാൻ നൂറുണ്ട്, ഈമാന്റെ പ്രകാശമുണ്ട്. ഹദീസിന്റെ മൻസന, ഒരു മുഅ്മിൻ വ്യഭിചരിച്ചാൽ നസഅല്ലാഹു മിൻ നൂറിൽ ഈമാൻ, ഈമാന്റെ പ്രകാശം ഊരിയോട് വിട്ടു. വ്യഭിചാരം കഴിഞ്ഞിട്ട് വാണം ചേർച്ച തിരിച്ചു കൊടുക്കും, ഇതേ തിരിച്ചു കൊടുക്കൂല. ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഈമാനിൽ പ്രകാശന്റെ മുഖത്തിങ്ങനെ തട്ടിക്കുന്ന ആളെ കണ്ടാൽ തന്നെ ആൾ യഥാർത്ഥ മുഅ്മിനാണ്, തിരിച്ചറിയുന്നത്. ആ ഈമാന്റെ തെളിച്ചം മുഅ്മിനുകൾ സുന്നിന്റെ ആൾക്കാർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മുജാഹിദിന്റെ ഓത്തുകൾ നോക്കിയ ഒരു ഇരുട്ട. ഞാൻ തമാശല്ല, നമ്മൾ മാത്രമായതൊന്ന് പറയാം, സത്യല്ലേ? ഇത് ഈമാന്റെ ആളുകളാണ്, നല്ല ആളുകൾ നോക്കി. അപ്പൊ അതാണ് നമ്മളെ പറ്റി തെറ്റിദ്ധാരണ തോന്നാൻ കാരണം. നമ്മൾ കഴിച്ചു ബാക്കിയൊക്കെ പാടെ നമ്മളാന്നുള്ള ധാരണ ആൾക്കാർ വെച്ചു കൊടുത്തുള്ള സുന്നി മോശമായി, അല്ലെങ്കിൽ സുന്നി നമ്പർ 1 ആണ്. പിന്നെ മറ്റൊരു പ്രശ്നം നമുക്കുള്ളത്, നമ്മൾ പ്രവർത്തനത്തിന് വളരെ മോശം ഉള്ള പറയാം. നമ്മൾ തമ്മിലല്ലേ, മുജാഹിദും ജമാഅത്തും APക്കാർക്കും ഒക്കെ, ഏത് നമ്മളല്ലാത്ത ഏത് പാർട്ടിക്കാർക്കും ഒരു പരിപാടി ഉണ്ട്, അതിന് 10 നോട്ടീസ് പോസ്റ്റർ ഒട്ടിക്കാണ്ട് വിചാരിക്കാം. അവർ 10 പോസ്റ്റർ നല്ല ഒരു ചട്ടക്കൂടിനുമ ഒട്ടിച്ച് റെഡിയാക്കി പോസ്റ്ററൊക്കെ ഭദ്രമായി ആകർഷകമായ സ്ഥലത്ത് കെട്ടിത്തൂക്കും. എന്ന് മാത്രമല്ല, ആ 10 തയ്യാറാക്കുമ്പോൾ 10 വേറെ ഫോട്ടോഷാറ്റ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് ഒട്ടിക്കും. നമ്മളടുത്ത് 10 പോസ്റ്റർ കിട്ടി, 90-ാം വർഷം ഇത്ര പോസ്റ്റർ ഇറങ്ങി 10 പോസ്റ്റർ കിട്ടി ഒട്ടിക്കാൻ. നമ്മൾ കുറച്ചു കാലം ഇങ്ങനെ വെക്കും കുട്ടികൾ. പിന്നെ ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും നോട്ടീസ് പോസ്റ്റർ ഒട്ടിക്കാണില്ല. അപ്പൊ 2-നോ 3-നോ ഒട്ടിക്കും. പിന്നെ ബാക്കി 7 അടുത്ത കൊല്ലം പുസ്തകം പൊതിയാനാൻ വിളിക്കുക. മഹാമടിയന്മാരാണ്. യാഥാർത്ഥ്യം എങ്ങനെയല്ലോ, നമ്മൾ പ്രവർത്തകർ വളരെ വിമുഖരാ. ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു. ആ ക്യാമ്പിൽ പോകാൻ നമുക്ക് എന്തൊരു മടിയാ, 100,000 തിരക്കായിരിക്കും. നമ്മൾ ഒഴിഞ്ഞു മാറി ചെയ്യുക. പരമാവധി നമ്മൾ വിട്ടുപോകാൻ ശ്രമിക്കും.
നേരെ കുറച്ച് ഈ പറഞ്ഞ പാർട്ടിക്കാരൊക്കെ നാട്ടിലെ മുസ്ലിംസിന്റെ ഭാഷയിൽ പറഞ്ഞ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ ടൗണിലെ ഓട്ടോറിക്ഷന്റെ മാതിരി അവർ 4 ഉണ്ടാവുള്ളൂ. ഓട്ടോറിക്ഷ അധികം ഉണ്ടാവില്ലോ, എല്ലായിടത്തും ഓട്ടോറിക്ഷ. ഇവർ അവിടെ ഇവിടെ ഒക്കെ പ്രവർത്തിക്കും. നമ്മുടെ ആൾക്കാർ പരമാവധി വിട്ടു നിൽക്കാനും നോക്കും. അതെന്താ നമ്മളിപ്പോ അത്ര ബാക്കിലായത്? അതും നമ്മുടെ ഹക്കിന്റെ ആൾക്കാരെന്നുള്ള തെളിവാണ്. കാരണം നമ്മളല്ലാത്ത എല്ലാ പാർട്ടിക്കാർക്കും ശൈത്താന് മനസ്സിന് ആകട്ടടാണ് സപ്പോർട്ട് കയ്യിൽ കൊടുക്കുകയാണ്. അല്ലാതെ യുവസ്വി സുദൂരിന്നാസ്. കാരണം അവരൊക്കെ ജയിച്ചാലേ ശൈത്താൻ ജയിക്കുള്ളൂ. മനുഷ്യ മനസ്സിൽ ദുർബോധനം ചെയ്യാൻ കഴിവുകളാണ് ആ പിശാച്. അവർക്കൊരു ആകർഷണീയ തോന്നുന്ന പ്രവർത്തിക്കാന്. നമ്മൾ വിജയിക്കാൻ പാടില്ല, ശൈത്താന്റെ നമ്മൾ ക്യാമ്പ് നടത്താൻ പാടില്ല, ക്യാമ്പ് വിജയിക്കാൻ പാടില്ല, സമ്മേളനം വിജയിക്കാൻ പാടില്ല. പോകണ്ടടാ എനിക്ക് ഇങ്ങനെ തിരക്കില്ല, എങ്ങനെ പ്രശ്നമില്ല, ഇപ്പൊ തൽക്കാലം നോക്കിയാൽ പിന്തിരിപ്പിക്കാൻ നോക്കാം. നമ്മൾ ഹക്കിന്റെ ആൾക്കാരാണ് തെളിവാണ്. അപ്പൊ അതിലൊന്നും ഒരു സംശയവും വേണ്ട, നമ്മൾ ഈ ഹക്കിന്റെ ആൾക്കാരാണ്. നമ്മൾക്കൊരു പുതിയ ആശയമല്ല. നമ്മുടെ തലമുറകൾ പിന്നിലേക്ക് നോക്കിയാൽ മഹാന്മാരായ സ്വഹാബത്തിൽ നമ്മൾ കൈമാറുന്ന ആചാരങ്ങളാണ്. കേരളത്തിൽ ദീൻ കൊണ്ടുവന്ന സ്വഹാബത്താണ് മുജാഹിദും ഇനിയും പറഞ്ഞു. തർക്കമില്ല വിഷയം. അന്ന് തൊട്ടുള്ള കേരളത്തിലെ പള്ളികളൊക്കെ ജുമാന്റെ ഹുത്തുബ അറബിയാണ്. ഇതൊക്കെ പുതിയ പള്ളി വിചാരിക്കും. ഈ കൊണ്ടോട്ട് പള്ളിക്ക് 800 കൊല്ലം പഴക്കമുണ്ട്. അവിടെ ജുമാ ഹുത്തുബ അറബിയിലാണ്. സ്വഹാബികൾ ആദ്യം സ്ഥാപിച്ച ഇന്ത്യയിൽ ആദ്യമുള്ള കൊടുങ്ങല്ലൂർ പള്ളി അവിടെ ജുമാ ഹുത്തുബ അറബിയിലാണ്. അന്ന് സഹാബികൾ മലയാളത്തിലെ ഹുത്തുബ നടത്തണമെങ്കിൽ സഹാബികൾ പറയണ്ടേ, സുഹൃത്തുക്കളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ഹുത്തുബണ്ട് അറബിയിലാ, എനിക്കിത് അറബി അറിയില്ലോ, അതുകൊണ്ട് എനിക്കാണെങ്കിൽ മലയാളം നന്നായി സംസാരിക്കാൻ പഠിച്ചിട്ടില്ല. ആരെ നന്നായി പ്രസംഗിക്കണം നീക്കുണ്ട് പ്രമാണം. ഞാൻ ഇമാമെന്നുള്ള അറിയണ്ടേ, പഠിപ്പിച്ചിട്ടില്ല, അറബിയിലാ പഠിപ്പിച്ചത്. ഈ കാണുന്ന പള്ളികളൊന്നും സ്ത്രീകൾ ജുമാക്കും ജമറും ഇന്നലെ അറബിന്റെ പണം കൊണ്ട് മുജാഹിദ് ഉണ്ടാക്കി ഇപ്പള്ളിയിൽ പെണ്ണുങ്ങൾ പോകുന്നു. ഇന്നലെ അറബിയുടെ പണം കൊണ്ടുവന്ന് അവിടെ ഉണ്ടാക്കിയ പള്ളിയിൽ മലയാള പ്രസംഗം നടത്തുന്ന ഹുത്തുബക്ക് പകരം അല്ലേ? ബാക്കിയൊക്കെ പാരമ്പര്യമായി നിലനിൽക്കുന്ന ആ സ്വഹാബത്ത് പഠിപ്പിച്ച മാതൃക. നമ്മുടെ മൗലീദും നമ്മുടെ റാത്തീബും നമ്മുടെ ഹദ്ദാദും നമ്മുടെ കുതുബിയത്തും ഇതിലൊക്കെ അടിസ്ഥാനവും പാരമ്പര്യവും പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉത്തരവാദപ്പെട്ട മഹല്ല് ജമാഅത്തിന്റെ പ്രതിനിധികൾ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ ഭദ്രമായി നിലനിർത്താൻ നിങ്ങൾക്കേ സാധിക്കും. നിങ്ങളുടെ നാട്ടിൽ ആ കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ച വേണ്ട. അത് ഉറച്ച സ്റ്റാൻഡുകൾ എടുത്താൽ മരിച്ചു പോകുമ്പോൾ പടച്ചോനെ ഉപലത്ത് പറയാൻ പറ്റും, പടച്ചോൻ എന്റെ ദീൻ. അതിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉറച്ച സ്റ്റാൻഡുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമസ്തയാണ് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന സംഘടന. ആ സംഘത്തിന്റെ കീഴിൽ ഞങ്ങൾ പിടിച്ചു നിർത്താൻ എല്ലാ നിയമപരമായ വഴികളും ആവിഷ്കരിച്ച് ആളുകളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ രക്ഷിക്കണേ പടച്ചോനെ പറയാൻ പറ്റും. കുടുംബം പടച്ചോനെ ദുആ ചെയ്യാൻ, അത് വസീലാക്കി ദുആ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല നിലയിൽ ആ സംവിധാനം മഹാന്മാരെ പൂർവികരുടെ ആ മാർഗം ഉറപ്പിച്ചു നിർത്താൻ നമ്മളെ മക്കളും ഈ വഴിക്ക് വളരട്ടെ. നിങ്ങൾ ശ്രമിച്ചു എങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. 90ാം വാർഷികം സമസ്തയുടെ വലിയ സമ്മേളനം ചരിത്രത്തിൽ ആദ്യമായി തെക്കൻ കേരളത്തിൽ ആലപ്പുഴയിലെ വിശാലമായ ബീച്ച്, കോഴിക്കോട് ബീച്ച് പോലെ ഞാൻ പോയി കണ്ടു. പ്രവിശാലമായ സ്ഥലം, നല്ല സുന്ദരമായ സ്ഥലം. ആ വലിയ മഹാസമ്മേളനം സമസ്തന്റെ സമ്മേളനം അള്ളാന്റെ ഔലിയാക്കളും ആരിഫ്യവും ചിലപ്പോൾ സ്റ്റേജിൽ കൈക്കൊള്ളുന്നില്ല. ഈ സമ്മേളന നഗരിയിൽ പോലും നമ്മളൊക്കെ ആ പട്ടിക്കാട് സമ്മേളനത്തിലുള്ള അനുഭവമാണ്. ഈ തൃപ്പഞ്ചി ഓമനുഷ്യർ വരാറുണ്ട്, പക്ഷെ സ്റ്റേജിലിരിക്കാറില്ല. കാരണം അതൊക്കെ വലിയ മഹാന്മാരായ ആളുകളുടെ കൂട്ടമാണ്. ആ ജമാഅത്തിൽ കൂടാൻ അവരൊക്കെ എത്തിപ്പെടും. അവിടെ ദുആ ചെയ്യും, ദുആക്ക് ഇവരൊക്കെ ഇജാബത്ത് ആമീൻ കിട്ടും, അതിന് ഇജാബത്ത് കിട്ടും. അപ്പൊ ആ വലിയ സമ്മേളനത്തോടനുബന്ധിച്ച ക്യാമ്പുകളുണ്ട്, പരിപാടികളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ജമാഅത്തിന്റെ പ്രതിനിധികൾ നമ്മളൊക്കെ എത്തി അവിടത്തൊക്കെ വാഹനമൊക്കെ അയച്ച് ദീനിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പൊ പരസ്പരം ചർച്ച ചെയ്യാൻ കുറച്ച് സമയം, എന്നിട്ട് അധിക സമയം നീളണ്ട. കാരണം നിങ്ങൾ അത്യാവശ്യമുള്ള സംശയങ്ങൾ ചോദിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദുആ ചെയ്യുന്ന അവസരം. ഈ ദുആക്കത്തിന്റെ ബാക്കി നമ്മൾ ഈ മജ്ലിസിൽ നിന്നൊക്കെ അല്ലാഹ് കബൂൽ ചെയ്യുമാറാകട്ടെ. കാരണം നമ്മൾ ദീനിന് വേണ്ടിയിരുന്നു. എനിക്കും വേറെ ഒരു ഉദ്ദേശമല്ല, നിങ്ങൾക്കും വേറെ ഉദ്ദേശമല്ല. മനസ്സറിഞ്ഞ് എല്ലാ തിരക്കും മാറ്റിവെച്ച് വന്ന ആൾക്കാർ നമ്മളൊക്കെ. അപ്പൊ നല്ല അമല, അള്ളാഹ് ഇഷ്ടപ്പെട്ട് അമല. നമുക്ക് ഈ അമല് വെച്ച് നമുക്ക് ദുആ ചെയ്യാം. നമുക്കൊക്കെ ദുആ പ്രധാനം. എന്തോരം പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ വരുന്ന വാർത്ത, ദുരന്ത മരണങ്ങളാണ് കേൾക്കുന്നത്. അള്ളാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ദുആ ചെയ്ത് അവസാനിപ്പിക്കാൻ സ്നേഹവും ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് സംശയങ്ങൾ കൈമാറാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിശദമായി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ് എന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ചോദിച്ച് അതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ, ആ സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് മറുപടി നൽകും. മൈക്ക് ഇവിടെ ഉണ്ട്, ചോദിക്കാം. ആ ചോദ്യകർത്താവ് മൈക്കിലൂടെ അത് അറിയിച്ച് പിന്നെ ഉസ്താദ് അതിന് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. ചോദ്യം ചോദിക്കുക. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 28 മഹലിൽപ്പെട്ട ഒരു മഹലിലെ ഒരു ഖത്തീബ് പ്രസംഗിച്ച പോലെ കേട്ടതാണ് കേട്ടിമക്കൾ. നോമ്പ് എവിടെയും സുന്നത്ത് ഇല്ല. അതേ പ്രകാരം മെഹ്റാജിന്റെ നോമ്പും സുന്നത്ത് ഇല്ല. അതിന് അയാൾക്ക് വല്ല തെളിവും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കാദിമാരെയും വെല്ലുവിളിക്കുന്നു. നാടന്മാർക്ക് പോലും മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം ഉസ്താദിന്റെ ഒക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അയാളുടെ കാര്യത്തിലേ വലിയ ആശങ്ക വേണ്ട. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയുന്ന ആളാണ്. അദ്ദേഹം വളരെ നേരത്തെ മുജാഹിദിന്റെ പ്രവാചകവും സ്ഥിരമായി വരുത്തി വായിക്കുന്ന ആളാണ്. എന്തായാലും സ്ഥിരമായി അത് വരുത്തി വായിക്കുമ്പോൾ അതിന്റെ ഒരു സ്വാധീനം അവരിലുണ്ടാവും. അദ്ദേഹം ഗൾഫിലെ ഒരു മദ്രസയിൽ ജോലിക്ക് വേണ്ടി നിശ്ചയിച്ച് പറഞ്ഞയച്ചു. അദ്ദേഹം നേരത്തെ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സൗകര്യം ചെയ്തു കൊടുത്തു. ആ സ്ഥലത്ത് ചെന്നിട്ട് മുജാഹിദിന്റെ വാരിക അവിടെ സ്ഥിരമായി കിട്ടൂല എന്ന് കണ്ടതിന്റെ പേരിൽ കമ്മിറ്റിയുള്ളിൽ ഞാനൊക്കെ വായിക്കുന്ന എനിക്ക് അതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതിവിടെ തരാൻ പറ്റൂല, സംഘടിപ്പിക്കാൻ പറ്റൂല. അതിന്റെ പേരിൽ കൂടി വേറെ ചില കാരണങ്ങൾ പറഞ്ഞിട്ട് ഗൾഫിൽ മദ്രസ ജോലി ഒഴിവാക്കി തിരിച്ചു നാട്ടിലേക്ക് വന്ന ആളാണ്. അപ്പൊ ആളെ കാര്യത്തിൽ കൂടുതൽ ഒരു പള്ളിയിലെ ഒരു ഖത്തീബ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വലിയ ആശങ്ക വേണ്ട. ബറാഅത്തിന്റെ നോമ്പും മിഅ്റാജിന്റെ നോമ്പും രണ്ടും സുന്നത്താണെന്ന കാര്യം ഇത്തിഹാഫിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപോത്പരകമായ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ 28 കാദിമാര് ഉണ്ടല്ലോ, ആ 28 കാദിമാര് അയാളെ വെച്ച് പുലർത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ആ മഹല്ല് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉചിതമായ തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് വൈകാതെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മുടെ മഹല്ലുകളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ആലുവ തരീഖത്തുകാരോട് സലാം പറയാൻ പറ്റുമോ? അവർ സലാം പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? അവരോട് മറ്റുള്ള കാര്യത്തിൽ ബന്ധപ്പെടാൻ പറ്റുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവരെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ അത് പിഴച്ച ത്വരീഖത്താണ് എന്ന് മാത്രമാണ് കണ്ടെത്തിയിരുന്നത്. ഇന്ന് പുതുതായി വെളിപ്പെട്ട ഈ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അന്ന് കണ്ടെത്തിയിട്ടില്ല. അന്ന് സമസ്ത എടുത്ത തീരുമാനം അത് വഴിതെറ്റിയ ത്വരീഖത്തായതുകൊണ്ട് മുസ്ലിം ബഹുജനങ്ങൾ അത് വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവർ മുബ്തദി ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് സലാം പറയുന്നതിന് മടക്കുന്നതിനും വിരോധമില്ല. അതേസമയം നിലവിൽ പുതുതായി വെളിപ്പെട്ട സാഹചര്യങ്ങൾ അനുസരിച്ച് പുതിയൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ തീരുമാനം പറയാൻ പറയാൻ അർഹരല്ല. അവർക്ക് സലാം പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് അവർ ഷെയ്ഖിനും ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഉള്ളത്. വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. നമ്മളൊരു ഫത്വ പറയേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ഫത്വ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അവരെ കയ്യിലെത്തുമ്പോൾ യഥാസമയം തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.
മഹല്ല് കമ്മിറ്റിയിൽ അവരുണ്ടെങ്കിൽ, മദ്രസ കമ്മിറ്റിയിലോ പള്ളി കമ്മിറ്റിയിലോ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥാനമുണ്ട്. അവർക്ക് അതോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ നമ്മുടെ മഹല്ലുകളിൽ കമ്മിറ്റി ഉണ്ട്. ചില നാട്ടിലെ കമ്മിറ്റികൾ ചില മുജാഹിദ് പോലും ഉണ്ടോന്നോ രണ്ടോ ആൾക്കാർ. കാരണം അവരെ ഉപദ്രവം ഉണ്ടാകാതെ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള അഭിപ്രായം മഹാനാമർഹും ചിലപ്പോൾ കമ്മിറ്റിയാവും. അവരുടെ വീട്ടിൽ മിറ്റാലിനും ചെലവുണ്ടാവും, ഒരു ഉപദ്രവം ഉണ്ടാവും. അവർക്ക് സംഘടനത്തിന് എഴുതുന്നുണ്ട് ഇസ്ലാം പറയാൻ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നാട്ടിലെ സ്നേഹത്തനുസരിച്ച് അതത് നാട് ആഹാരം ചെയ്യുമ്പോൾ അത് പറയുന്നതിനെ കുറിച്ച് ആർക്കും സംശയമില്ല. ആലുവ തരീഖത്ത് പരിപൂർണമായി എന്തുകൊണ്ട് ആലുവ തരീഖത്ത് എതിർക്കുന്ന പഴച്ചതിന് സ്പഷ്ടമായി പറഞ്ഞറിയിച്ചാൽ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ തിരക്കടില്ല. ആലുവ തരീഖത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഷെയ്ഖ് സമസ്ത പറഞ്ഞത് ഇപ്പൊ പുതിയ കിട്ടിയ വിവരങ്ങളല്ല. ഒരു മുറബിയായ ഷെയ്ഖ് എന്ന നിലയിലുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ഒരു ക്വാളിറ്റി ഷർത്തുണ്ട്. ഒരു ഷെയ്ഖാണെങ്കിൽ ആലോചനയിൽ ഷെയ്ഖുണ്ട്. യൂസുഫ് സുൽത്താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഷെയ്ഖാകണമെങ്കിൽ ഒന്ന് യകൂന ആലിമൻ ബിൽ കിതാബി വസുന്ന, ഖുർആനും ഹദീസും നല്ല പാണ്ഡിത്യം വേണം. നല്ല പാണ്ഡിത്യം വേണം. അദ്ദേഹത്തിന് ആ പാണ്ഡിത്യം ഇല്ല എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തിന് കൃത്യമായി ഒരു പാരഗ്രാഫ് അറബി ഇബാറത്ത് തെറ്റുകൂടാതെ ഹർക്കത്തിട്ടില്ലെങ്കിൽ വായിക്കാൻ പോലും കഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, ജീവിത പരമസൂക്ഷ്മത വേണം. അതാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ നിങ്ങൾ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് വരാത്ത വാക്കുകൾ ഉദ്ധരിക്കുന്ന ആളാണ്. അതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ 1 by 1 ഇങ്ങനെ ക്ലിപ്പിംഗ് കേൾപ്പിച്ചതാണ്. അയാൾ പറഞ്ഞ കേട്ടാൽ അറച്ചു പോകും. ഒരു മുസ്ലിമിന് പറയാൻ പറ്റില്ല. ഷെയ്ഖും വലിയൊക്കെ എടുക്കട്ടെ, ജീവിതത്തിൽ തത്വ. പിന്നെ അദ്ദേഹത്തിന്റെ നിസ്കാരവും ജമാഅത്തും ഇങ്ങനെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന് വേണ്ട ഷെയ്ഖാട് വെക്കട്ടെ. ജമാഅത്തിന്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഇഷ്ട. നിങ്ങളിപ്പോ ആലുവ പോയി നോക്കി, അയാളെ പുതിയ വീടിന്റെ പഴയ വീടിന്റെ അടുത്ത പള്ളിക്കാൾ നിസ്കരിക്കാൻ പോകാറില്ല. ഏതാളില്ല. പുതിയ പള്ളിയിൽ ചെന്ന് നോക്കി, ഈ പുതിയ പള്ളി അവിടെ തൊട്ടടുത്താണ് വീട്. ഇവിടെ നിസ്കാരം ജമാഅത്തൊക്കെ നടത്തും. അയാൾ എത്ര വക്തും ജമാഅത്തിന് വീട്ടിലുള്ള ഈ പള്ളിക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി. കിതാബ് ഖുർആനൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു ഷെയ്ഖിന് വേണ്ട ഖുർആനും ഹദീസുള്ള പാണ്ഡിത്യം, സൂക്ഷ്മത ജീവിതം, അത് തന്നെ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഷെയ്ഖാകാൻ അർഹനല്ല എന്ന് ചുരുക്കി നമുക്ക് പറയാം. ആരെങ്കിലും അത്യാവശ്യം ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുണ്ടെങ്കിൽ ചോദ്യം മടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിൽ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് പ്രശ്നമല്ല. അതിന്റെ ചോദ്യം മോശം ഞങ്ങളൊന്നും ആരും വിചാരിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ പറഞ്ഞോളൂ. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ദുആ, അതിന്റെ ഹദീസ്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ കിതാബ് 4 മദ്ഹബാണ് ഒരു മദ്ഹബാണ് സ്വീകരിക്കുന്നത്. അതിൽ 2 രീതി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കൂട്ടമായി പ്രാർത്ഥിക്കാം. കൂട്ടമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൗമൂനുകൾ ആമീൻ ദിക്ർ സുന്നത്ത് രണ്ടും ചെയ്യാനാണ്
പക്ഷെ നമ്മുടെ ഏരിയയിൽ വ്യാപകമായി നിലനിൽക്കുന്നത് ഇമാമ് പ്രാർത്ഥിക്കുകയും മൗമൂമുകൾ ആമീടുകയും ചെയ്യുന്ന രീതിയാണ്. രണ്ടു നിലക്കും പ്രാർത്ഥിക്കുന്ന ഹദീസുണ്ട്. തങ്ങൾ നിസ്കരിച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഹദീസുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കൂട്ടമായി പ്രാർത്ഥിക്കുക ഹദീസുണ്ട്. കൂട്ടമായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ഹദീസുകൾ പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ർ. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കരിച്ചു. ആളുകൾ തിരിഞ്ഞു. തങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി പറഞ്ഞു അല്ലാഹു ബാരിക് ലനാ ഫീ മദീനത്തിനാ വ ബാരിക് ലനാ വ ഫീ സാഇനാ. അല്ലാഹു ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുവെ ഞങ്ങളെ മുദ്ദിൽ എന്നൊക്കെ ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുവെ ഞങ്ങളെ മറ്റു വിഭവങ്ങൾ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ ഹദീസ് ഇമാം തബറാനി വിശ്വസ്തരായ സ്വഹീഹായ സനദ് ഒരു ഇതുപോലെ കൂട്ടപ്രാർത്ഥന നടത്തുന്ന ഹദീസുണ്ട്. എന്നാൽ ഒറ്റക്ക് ദുആ ചെയ്തു എന്നുള്ള ഹദീസുണ്ട്. രണ്ടും നമുക്ക് പറ്റും, ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. പക്ഷെ നമ്മൾ മുജാഹിദ് എതിർക്കാൻ എവിടെ വെച്ചാല് കൂട്ടമായി പ്രാർത്ഥിക്കൽ ബിദ്അത്താണ്, അനാചാരമാണ് നമ്മുടെ അപകടം. കുറച്ചൊക്കെ വാക്ക് ബിദ്അത്ത് പറഞ്ഞാൽ അപകടം നരകത്തിലേക്ക് പോണ തെറ്റാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അനാചാരമാണ് തെളിയിക്കാൻ ഒരു തെളിയിക്കാൻ സാധിക്കൂല. വെറുതെ കുപ്രചരണം നടത്തുകയാണ്. നിസ്കാരശേഷം രണ്ടും നമുക്ക് പറ്റും, ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാം. പക്ഷെ നമ്മളൊക്കെ ഇവിടെ ഈ ദീനി പ്രബോധനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമൊക്കെ ആണ് മഹാന്മാർ. അവരൊക്കെ ഈ ശൈലി അവലംബിച്ചത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ശൈലി തന്നെ തുടരുന്നത്. അതിന് ചില ഗുണങ്ങളുണ്ടാവും. കാരണം ഒരാൾ അവിടെ തന്നെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊടുത്തു, ഏറെക്കുറെ ആൾക്കാർ 33 ചൊല്ലും. അൽഹംദുലില്ലാഹ് ചൊല്ലിക്കൊടുത്തു, ഏറെക്കുറെ ആൾക്കാർ ചൊല്ലും. അല്ലാഹു അക്ബർ ചൊല്ലിയാ ചൊല്ലും. പിന്നെ ഹദീസിലുള്ള ദുആക്ക് ഓരോ ആൾക്കാർക്കും മനപ്പാടുണ്ടായിക്കോണമെന്നില്ല. മനപ്പാടല്ലെങ്കിൽ ആ മനപ്പാടുള്ള ആൾ ഹദീസിൽ വന്ന ദുആ ചെയ്ത് സുന്നത്താണ്. അപ്പൊ അതിന് ദുആ ചെയ്ത് മറ്റുള്ള ആളെടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ആ സമ്പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ഈ ആൾക്കാർ പഠിച്ചുണ്ടാക്കി ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോഴേക്കും ഈ ശൈലി നമ്മുടെ ഏരിയകളിലൊക്കെ വ്യാപകമായി വന്നത്. ഈ ജുമാ ഖുത്ബന്റെ മുമ്പുള്ള മലയാള പ്രസംഗം അത് ശരിക്കും ഇപ്പൊ അടുത്ത കാലത്ത് കടന്നുകൂടിയ ഒരു വിദഗ്ധ ആണെന്ന് പറഞ്ഞൂടെ? കാരണം കണ്ണിയത്ത് ഉസ്താദ്, ശംസുലുലമ ഇവരൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടായിട്ടാണ് ശിഷ്യന്മാരിൽ നിന്ന് കേട്ടത്. പിന്നെ പാണക്കാട് പള്ളിയിൽ തന്നെ അത് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ 2 പ്രാവശ്യം ജുമയെ കൂടിയപ്പോഴും മനസ്സിലാക്കി. അത് ശരിക്ക് അത് കടന്നുകൂടിയതും അല്ലെങ്കിൽ മുജാഹിദിനോട് സാദൃശ്യമാകാൻ വേണ്ടി ചെയ്തതും അല്ലേ? അത് ഒഴിവാക്കേണ്ടതല്ലേ? ജുമായുടെ മുമ്പ് ഒരു പ്രസംഗം നമ്മൾ ഇസ്ലാമിലെ ഈ ഫിഖ്ഹിന്റെ കിതാബുകളിലോ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ കാണുന്നില്ല. ഉള്ളത് പറയാലോ, ജുമാക്ക് 2 ഖുതുബയും നിസ്കാരമാണ് ഉള്ളത്. അതേസമയം നമ്മുടെ ചില മഹല്ലുകൾ അത് നടന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുള്ള ആദരണീയരായ പണ്ഡിതന്മാർ കൊടുത്ത ഫത്വ അത് പാടില്ല, അത് നല്ലതല്ല, അത് ശരിയല്ല, ഇങ്ങനെയുള്ള ഫത്വന്റെ വാചകങ്ങളാണ് ഉള്ളത്. ഈ ഫത്വകളൊക്കെ കൊടുക്കുന്ന പശ്ചാത്തലത്തിലും സമസ്ത അംഗീകരിക്കുന്ന പല പള്ളികളും നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ തന്നെ നമ്മുടെ ഉസ്താദുമാരോട് ബന്ധപ്പെട്ട് സംശയം, ഞാൻ ഈ ഒരു ചെറുപ്പക്കാരനാണെങ്കിലും 28 വർഷക്കാലം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുന്ന ശംസുലമായി കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, മൗലാന കെ ഉസ്താദ്, കോട്ടുങ്ങൾ CH ഹൈദോസ് മുസ്ലിയാർ, മാനു മുസ്ലിയാർ, അൻഡോൺ അബ്ദുള്ള മുസ്ലിയാർ ദർജാവുന്നതിലേക്ക് കൊടുക്കുമാറാട്ടെ. അവരോടൊക്കെ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒക്കെ നല്ല നല്ല മഹാന്മാരായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് സംശയ നിവാരണം നടത്തിയ സമയത്ത് അവർ പറഞ്ഞ മറുപടി, ശരിക്ക് വെള്ളിയാഴ്ച ഒരു മുസ്ലിം ചെയ്യേണ്ട രീതി എന്താണ് കൃത്യമായി നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ എത്തുക, സിയാറത്ത് വെള്ളിയാഴ്ചപ്പെട്ട കാര്യം, അൽക്കഹിഫ് കൊടുക്കുക, കുറെ സ്വലാത്ത് നിമിത്തങ്ങളിൽ വർദ്ധിക്കുക. നമ്മൾ അൽക്കഹിഫിന്റെ എടുത്തിട്ടുണ്ടല്ലോ ഒരുപാട് സ്വലാത്ത്. പിന്നെ ദുആക്ക് ഇജാബത്തിന് ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച, ഏതാ സമയമല്ല, അപ്പൊ ഒത്തു വന്ന ഇജാബത്ത് ഉറപ്പാ. അപ്പൊ ആവശ്യമൊക്കെ ദുആർക്കുക. ഇതൊക്കെയാണ് വെള്ളിയാഴ്ച. പിന്നെ ജുമാന്റെ ഖുതുബ, നിസ്കാരം, ഇതാണ് അന്നത്തെ പരിപാടി. അതിനിടയിൽ അതിന് വിഘാതമാകുന്ന വിധം ഖുതുബന്റെ മുമ്പ് ഒരു പ്രസംഗം നല്ലതല്ല എന്ന് ഉറപ്പ്. കാരണം ഒരാൾ അൽക്കഹിഫ് ഓതാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ അവർക്കൊക്കെ ശല്യവും ബുദ്ധിമുട്ടാവും. കാരണം ഇവിടെ പ്രസംഗം നടക്കുകയാണെങ്കിൽ ശ്രദ്ധ കിട്ടൂല. അപ്പൊ ആ ഹദീസിൽ വന്ന വാരിതായ കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കണം. അതുകൊണ്ട് വേണ്ടാന്നാണ് എല്ലാവരും ഫത്വ. അതേസമയം ചില സ്ഥലങ്ങൾ നമ്മൾ നടക്കുമ്പോൾ എതിർക്കാതിരിക്കാൻ കാരണം
ഇതിനേക്കാൾ വലിയ നന്മ മസ്ലഹത്ത് അപ്പുറത്ത് കണ്ടിട്ടാണ് എതിർക്കാതിരിക്കാൻ കാരണം. ഇതിനേക്കാൾ വലിയ നന്മ ഈ ഒരു ചെറിയ പ്രശ്നം ജുമാനും പ്രസംഗിക്കും ഒരു ചെറിയ തടസ്സപ്പുറത്ത് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാകും എങ്കിൽ അതിനേക്കാൾ വലിയ ഉപകാരം ഇതുകൊണ്ട് കിട്ടുമെന്ന് കാണുന്ന സ്ഥലത്താണ് എതിർക്കാത്തത്. ഉദാഹരണം, ഇവിടെ സാംസങ് ടെക്നോളജി കോളേജുണ്ട് വിചാരിക്കുക. ഈ കോളേജിൽ കുറെ മുസ്ലിം കുട്ടികളുണ്ട്. സുന്നി മുജാഹിദൊന്നും വലിയ കാര്യമല്ല, നമ്മൾ അങ്ങോട്ട് പോകാറ്. അവിടെ പോയുള്ള കുഴപ്പം എന്താ വെച്ചാൽ അവർ ജുമാന്റെ പ്രശ്നം മാത്രമല്ല, മലയാളത്തിലെ ഹുതുബയും ജുമായും എത്ര ശരിയാകുമല്ലോ എന്നുള്ള വിഷയം മാത്രമല്ല, അവരെ പള്ളിയിൽ പോയാൽ അവരാശയം മാത്രം അവർ പഠിപ്പിക്കാം. ഒരു 4 ജുമാക്ക് അങ്ങോട്ട് കുട്ടികളോ ഇവരൊക്കെ ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരാവും. വലിയ അപകടം. നമ്മളൊരു മുസ്ലിമായ കുട്ടി ബിദ്അത്തുകാരനായി മാറാൻ വലിയ അപകടം. ഇതേവെച്ച് അതേമാതിരി 10 മിനിറ്റ് നല്ല പ്രശ്നങ്ങളാ ഇവിടെ ഉണ്ടാകാൻ നമ്മളെ മുജാഹിദിനോട് സുന്നിക്കന്നെ പോകാറുണ്ട്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ വരും. ഈ കുട്ടികൾ ബിദ്അത്തുകാരാവില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി, ഒരു വലിയ അപകടം തടയാൻ വേണ്ടി ഒരു ചെറിയ പ്രശ്നം നമ്മൾ ചെയ്യുക എന്ന തത്വം ഇസ്ലാമിന്റെ. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അനിവാര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എതിർക്കാത്തത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ അംഗീകൃത തത്വമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാ, ഇപ്പോ നമ്മൾ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. 50% റിസർവേഷനാണ് പെണ്ണുങ്ങൾക്ക്. ശരിക്കും പെണ്ണുങ്ങൾ മത്സരിക്കാൻ പറ്റൂല. മത്സരിക്കുമ്പോൾ 10-50 ചെറുപ്പക്കാർ കൂട്ടിയാണ് പെണ്ണിനായിട്ട് വോട്ട് നടക്കുന്നത്. ജയിച്ചിട്ടോ നടുവിൽ പെണ്ണിനെ വണ്ടി നിർത്തിയിട്ട് ഇപ്പുറത്ത് ആണും അപ്പുറത്തും തൊട്ടി ഉരുമി ആണുങ്ങൾ നിന്നിട്ടാണ് ഈ പെണ്ണിനെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാം. പിന്നെ ഈ പെണ്ണ് ബോളിൽ ചെന്നാൽ ഈ ആണുങ്ങൾ കൂടെ ഇരിക്കണം. തിരുവനന്തപുരത്ത് ക്യാമ്പിന് ചിലപ്പോൾ 3 ദിവസം പോകണം, മലപ്പുറത്ത് ക്യാമ്പിന് പോകണം. പല ആണുങ്ങളെ പ്രശ്നമല്ലേ വന്നിട്ട് പെണ്ണിനോട് പറയേണ്ടത്. അതൊന്നും ഇസ്ലാമില്ല. മുഖാമുഖം പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ ഇസ്ലാമിന്. അപ്പൊ ഇസ്ലാമിനെ പറ്റിയ പരിപാടിയല്ല. പക്ഷെ നമ്മൾ കണ്ണ് ചിമ്മാണ്. എന്താ കണ്ണ് ചിമ്മാൻ ശരീരത്തിലുള്ള നിയമമുണ്ട്. വലിയ അപകടം വരാതിരിക്കാൻ ചെറിയ അപകടം ചെയ്യാം. കാരണം ഈ 50% സീറ്റ് നമ്മൾ ഒഴിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ കാര്യത്തിലുള്ള അപ്പുറത്ത് വേറെ ആൾക്കാരാണ്. അത് ഇതിനേക്കാൾ വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വീഴ്ച ചെയ്യാം. അതിനേക്കാൾ വലിയ ഉദാഹരണം ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ശരിയാണ്. ഈ മദ്യഷാപ്പ് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴപ്പണം വാങ്ങി ആരോപണം വന്നപ്പോഴല്ലേ രാജിവെച്ചത്? അത് ഈ സർക്കാരാണ് ഈ മദ്യശാലകളൊക്കെ നടത്തുന്നത്. മദ്യശാല നടത്തുന്ന നല്ല കാര്യം, ഹറാമിന് കൂട്ടുകല്ലേ. ആ ഗവൺമെന്റിലേക്ക് പങ്കാളിയാകാനാണ് MLA-മാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അതിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ നമ്മൾ കൂട്ടിക്കുകയാണ്. ആ വകുപ്പ് പറയുന്ന മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു ഗവൺമെന്റിലേക്ക് മത്സരിക്കലും അതിന് വോട്ട് ചെയ്യലും അതിന് സഹായിക്കലും നമ്മൾ ഹറാമല്ലേ? ഹറാം തന്നെയാണ്. പക്ഷേ അതിന്റെ പേര് നമ്മൾ ഈ ഗവൺമെന്റിൽ നിന്ന് വിട്ടിരുന്നാൽ അതിനേക്കാളും വലിയ അപകടം അപ്പുറത്ത് വരും. അതുകൊണ്ട് നമ്മൾ കണ്ണു ചിമ്മുക. ഇസ്ലാമിന്റെ പൊതുതത്വ തെർക്കുൽ മസ്ലഹത്തി ഖൈറും മിൻ മഫ്സദത്തിൻ അർജഹ മിൻഹാ. വലിയ ആപത്ത് വരുമെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ നന്മകളൊക്കെ ഒഴിവാക്കിയിട്ട് വിട്ടുവീഴ്ച ചെയ്യാം. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ണ് ചെയ്യുന്നത്. അത്യാവശ്യം ഘട്ടങ്ങളിൽ അത് വേണ്ട എന്ന് തന്നെയാണ് സമസ്ത കേരള ജമ്മിത്തുള്ള പണ്ഡിതന്മാരുടെ സമീപനം. അതാണ് ഒരു മിതമായ നിലപാട്. സുബ്ഹ് നമസ്കാരത്തിന്റെ പുരോഗതിനെ പറ്റിയാണ് മദ്ഹബില് സുന്നത്ത് സുബ്ഹ് നമസ്കാരത്തിന്റെ പുരോഗതി സഭത്തിൽ കാളു വന്നോൾ സ്വഹാബത്തിൽ പ്രബലമായ 2 അഭിപ്രായക്കാരായിരുന്നു. വലിയൊരു വിഭാഗം സ്വഹാബത്ത് സുബ്ഹ് നമസ്കാരത്തിന്റെ ഖുനൂത്ത് സുന്നത്താണ് എന്നാണ് സ്ഥാപിക്കുന്നത്. മറ്റൊരു വലിയ വിഭാഗം സ്വഹാബത്ത് സുബ്ഹ് നമസ്കാരത്തിന്റെ ഖുനൂത്ത് സുന്നത്തില്ലാതെ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികം 4 മദ്ഹബുകളിൽ ഷാഫി മദ്ഹബിലും മാലിക് മദ്ഹബിലും സുബ്ഹ് നമസ്കാരത്തിന്റെ ഖുനൂത്ത് സുന്നത്താണ്. ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും സുബ്ഹ് നമസ്കാരത്തിന്റെ ഖുനൂത്ത് എന്തില്ല? സുന്നത്തില്ല. ഞാൻ നേരത്തെ കൂട്ടുപ്രാർത്ഥന പറഞ്ഞ പോലെ തന്നെ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഈ സുന്നത്തില്ല എന്ന് പറഞ്ഞ മദ്ഹബും സുന്നത്തുണ്ട് എന്ന മദ്ഹബിനെ മാനിക്കുന്നുണ്ട്. കാരണം അവരെ തെളിവും ഏറെക്കുറെ ശരിയാണ്, നമ്മളെ തെളിവും ചെറിയൊരു വ്യത്യാസം. ഉദാഹരണം മക്കയിൽ നമ്മൾ ചെന്നാലേ
സുബഹിന്റെ കുനൂത്ത് പറഞ്ഞാൽ കുറേ വേണമെന്നില്ല. സാധാരണ എഴുത്തുകാരന് പകരം ഹറമിലെ ഇമാം ഒന്ന് വെയിറ്റ് ചെയ്യും. ജസ്റ്റിനോട്ടെ സുന്നത്തുള്ള ആൾക്കാർ മധുബറുണ്ടാവുമല്ലോ ഇതില്, കാരണം അത് ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം അവരൊക്കെ കണക്കാക്കുന്നത് ഈ രണ്ട് വീക്ഷണവും ശരിയാണ്. 4 മദ്ഹബിൽ പകുതി മദ്ഹബ് സുന്നത്താണ്, പകുതി മദ്ഹബ് സുന്നത്തില്ല. നേരത്തെ കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞത് അനാചാരമാണ് നമ്മുടെ അപകടം. അനാചാരം. ഉസൈം അടങ്ങുന്ന പുറത്താക്കാൻ പറ്റിയ കുറ്റാരോപണം എന്താ വെച്ചാൽ അയാൾ ഒരു ദിവസം നേരത്തെ കോഴിക്കോട് നിന്ന് യാത്ര പോയി എറണാകുളത്തേക്ക് അരീക്കാട് സുന്നിപ്പള്ളിയുണ്ട്. സുന്നിപ്പള്ളിയിലാണ് അദ്ദേഹം സുബഹിക്ക് ജമാഅത്തിന് കയറിയത്. അവിടെ സുബഹിക്ക് ഇമാമ് കുനൂത്ത് മൂപ്പര് ആമി എടുത്തുള്ള ഒരു കുറ്റാരോപണം മൂപ്പരെ പുറത്താക്കുള്ള. കാരണം അനാചാരം ചെയ്തു ഒരു നരകത്തിൽ കൂടെ പണി ചെയ്തില്ലേ. അങ്ങനെ ഇസ്ലാം ദീനില്ല. ഇത് സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സ്വഹാബത്തിന്റെ വീക്ഷണം 2 വീക്ഷണം വന്നു. 4 മദ്ഹബുകൾ 2 മദ്ഹബ് സുന്നത്താണെന്ന് പ്രബലമാക്കുന്നു. 2 മദ്ഹബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്ര പ്രബലമില്ലാന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിൽ നമ്മൾ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്ന സുന്നത്താണെന്ന് അംഗീകരിക്കുന്നു. സുന്നത്തില്ല എന്നുള്ള മദ്ഹബിനെ മാനിക്കും. അനാചാരം എന്ന് പറഞ്ഞാൽ അപകടകരമാണ്. അത്തരം ആളുകൾ നന്നായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട. കൈകാര്യം ഞാൻ അടിച്ചിട്ട് കൈകാര്യം ചെയ്യാനല്ല, ആ വീക്ഷ അവതരിപ്പിക്കണം. അപ്പൊ കാരണം സ്വഹാബത്തൊക്കെ സുന്നത്താന്നുള്ള കാര്യത്തെ നമ്മൾ അനാചാരം വികാരിച്ചാൽ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്, കുറ്റകരമായ ഒരു പ്രവർത്തനമാണ്. അള്ളാഹു നമ്മുടെ അത്തരം കാര്യങ്ങളെ അനാചാരമാക്കി തള്ളുന്നത് കാത്തു രക്ഷിക്കുമാറാകും. ഖുർആൻ സ്വലാത്താണ് ഏറ്റവും കൂടുതൽ പുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാല് ഖുർആൻ നിർദ്ദേശിച്ചതാണ്, ഹദീസ് നിർദ്ദേശിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വലാത്തിന്റെ വാചകങ്ങൾ നബി തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന വാചകം തന്നെയാണ് സ്വലാത്തുകൾ എത്രയുള്ളൂ. നബി തങ്ങൾക്ക് കാരുണ്യണ്ടാകട്ടെ, വാത്സല്യണ്ടാകട്ടെ പ്രാർത്ഥന. ഇപ്പൊ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു മുഹമ്മദ് തങ്ങൾക്ക് കാരുണ്യം ചെയ്യട്ടെ, അള്ളാഹു മുഹമ്മദ് തങ്ങൾക്ക് രക്ഷപ്രദാനം. ഈ പ്രാർത്ഥനക്ക് ആ സ്വലാത്ത് ഏത് പ്രാർത്ഥന ഒക്കെ സ്വലം അതിൽപ്പെട്ടൊരു വാചകമാണെന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിയ സ്വലാത്ത് അത്തഹിയാത്ത് ചൊല്ലുന്നേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സ്വലാത്ത്. ഹദീസിന് പറഞ്ഞ അങ്ങനത്തെ സ്വലാത്ത് ഏറെ പുണ്യമുള്ള റസൂലുള്ളാഹിന്റെ നാവ് എന്ന് പറഞ്ഞ ഹദീസിന്റെ വാചകങ്ങളാണ് ഏറ്റവും പുണ്യമുള്ളത്. അതേസമയം പിൽക്കാലത്ത് പല മഹാന്മാരും പല രീതിയിലുള്ള സ്വലാത്തുകളും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോന്നും അതിൻ്റെതായ ഫദിലത്ത് അതിൻ്റെതായ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ പല സ്വലാത്തുകളും മഹാന്മാർക്ക് ഇൽഹാം എന്ന് പറയും. അമ്പിയാക്കൾക്ക് വഹി കിട്ടുന്ന പോലെ ഔലിയാക്കൾക്ക് ഇൽഹാം കിട്ടും, നിർദ്ദേശം കിട്ടും. അപ്പൊ ഇന്നത്തെ തരത്തിലുള്ള സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഇന്ന ഫദിലത്തുണ്ട്. അതിൽപ്പെട്ട നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാല് മഹാനായ ഷെയ്ഖ് അബ്ദുസ്സലാം റഹ്മഹുല്ലാഹി എന്ന് പറഞ്ഞ വലിയ മഹാൻ ക്രോഡീകരിച്ച ഒരു ഹദീസ. ഷെയ്ഖ് ഷാദുൽ ഇമാമിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. ആ ക്രോഡീകരിച്ച ആ നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് അതിന് പ്രത്യേകം 4444 തവണ. അത്ര തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കി ഒരു കാര്യത്തിനോട് ചെയ്താൽ അള്ളാഹുന്റെ മുബർറമായ കളയില്ലാത്ത വിഷയമാണെങ്കിൽ അത് നടക്കുന്ന ചെയ്യും. മുജറബ് എന്നറിയും, അനുഭവത്തിലൂടെ പരിചയപ്പെടും. എന്നുവെച്ചാൽ വിക്സ് തേച്ചാൽ തൽക്കാലം തലവേദന നിൽക്കുന്ന മുജറബ, കാരണം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട് എന്ന പോലെ നാരിയത്ത് സ്വലാത്ത്. കാരണം അത് ക്രോഡീകരിച്ച മഹാന്മാരും പിൽക്കാലത്തിലാണ്. ഇവിടെ മാത്രം ലോകത്ത്, ഇവിടെ ഇന്ത്യയിലും ക്രോഡീകരിക്കപ്പെട്ട നാരിയത്ത് സ്വലാത്ത്. അങ്ങനത്തെ ഒരുപാട് സ്വലാത്തുണ്ട്. അത് നാരിയത്ത് സ്വലാത്ത് വലിയ സിദ്ധൌഷധാണ്. അത് ചൊല്ലി ഇത്ര എണ്ണം ചൊല്ലി തീർത്ത് അത് നേർച്ചയാക്കിയാൽ വലിയ ഫലം ചെയ്യും. അത് മുജറബാണ് എന്ന് ലോക മുസ്ലിം സമൂഹത്തിൽ ഇജ്മാഅാണ്. കിതാബുൽ ഹദീറത്തുൽ അസ്മാഉള്ള കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അനുഭവം പറയാം. ഞാൻ എന്റെ മുദരിസാണ്. കോട്ടയത്താണ് ആ കാലത്ത് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 1976 മുദരിസായി ജോലി ചെയ്യുന്നത്. ഞാൻ തീരെ സ്കൂൾ പഠിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. അന്നും സ്കൂൾ മര്യാദ പഠിപ്പിക്കുന്നില്ല. എന്നൊക്കെ എന്ത് സ്കൂളും തുഷാറാണ്. ഇന്നത്തെ സ്കൂളാണ് പഠിക്കേണ്ടത്. ശരിക്ക് അന്നൊന്നും ഞാനിക്കുന്ന കൂടെ ഇല്ല. ശരിക്ക് SSLCക്ക് എന്റെ കുട്ടിൽ 14 വിദ്യാർത്ഥികളാണ്. കാരണം ജയിക്കൊക്കെ തോൽക്കൊക്കെ ഒന്നും അറിയില്ല. നമ്മളത് വെക്കും, കൊണ്ടുവരും, വേറെ പ്രകടനം നടത്തും, അവിടെ പോവും, യോഗം പോവും, ലീഗിന്റെ സമ്മേളനത്തിന് പോവും, MSF അങ്ങനെ പരിപാടി. ഇതല്ല ഏതെങ്കിലും പുസ്തകം വായിക്കാൻ
സ്വീകരിക്കുകയും ഒന്നും പഠിച്ചില്ല. അവസാനം SSLCയുടെ സമയത്ത് വാപ്പ ഉമ്മാനോട് പറഞ്ഞു കത്തയച്ചിട്ട് അവനെങ്ങാനും തോറ്റാല് അവനെ ഞാൻ കാണിച്ചു. കൊല്ലങ്ങളായിട്ട് ഞാൻ പഠിക്കാറില്ല. ആ ക്ലാസ് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ദിവസം അദ്ദേഹം ദിവസം ഇങ്ങനെ പഠിക്കുന്ന സുബഹിന്റെ മുമ്പ് വരും പള്ളിയിൽ നടന്നു വന്നിട്ട് തഹജ്ജുദ് സുബഹി ജമാഅത്ത് കഴിഞ്ഞ് ദിക്റുകൾ കഴിഞ്ഞ് രാവിലെ 9 മണിയായാലും വീട്ടിലേക്ക് ചായക്കാൻ പോകും. അതുവരെ ദിക്റൊന്നുമില്ല, പള്ളിയിലുണ്ടാവും, പള്ളിശ്ശേരി പള്ളി. ഞാനൊരു ദിവസം രാവിലെ 8 മണിക്ക് അദ്ദേഹത്തെ ചെന്നാണ് മെല്ലെ ചെന്ന് സലാം പറഞ്ഞു. ഞാനിങ്ങനെ SSLC പരീക്ഷ എഴുതാൻ പോവാണ്, ഇന്ന സമയത്ത് എനിക്ക് ജയിക്കണം എന്നാണ്. അപ്പൊ ആരെ കുട്ടിയായിട്ട് പിന്നാലെ കുട്ടികളെ മൂപ്പർക്ക് എന്നെ അറിയും. ആ ഒരു ധൈര്യത്തിലാണ് ഞാനും പോയത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, നാരിയത്ത് സ്വലാത്തിന്റെ ആരുടെയും ചോദിച്ചാൽ കുട്ടിക്ക് പറഞ്ഞു 4 എത്ര വെച്ചു, പെട്ടെന്ന് കിട്ടില്ല. ആ മൂപ്പര 4446. ആ നാരിസ്വലാത്തിൽ കടലാസ് എഴുതി വാങ്ങിക്കോ, എന്നിട്ട് അത്ര ചൊല്ലാൻ നീ നേർച്ച അയക്കോ, ഇൻഷാല്ലാഹ് ജയിക്കുന്നു. ഞാനത് എഴുതിയിട്ടു. എന്നോട് തന്നെ പറഞ്ഞു ബസ് പോകുമ്പോഴും നടന്നു പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ചൊല്ലി തീർത്താൽ മതിയാവും. അള്ളാന്റെ ഫലം കൊണ്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ച കൂട്ടത്തിലുള്ളത് 13% ആ ജയിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അവ സംഭവം അത് മുജറവാക്കാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അനുഭവമാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓരോ സ്വലാത്തിനും അതിന്റെ ഫലായലുണ്ട്. ദലായിൽ ഖൈറാത്ത്, ആ സ്വലാത്തിന് വേറെ ഫലത്തുണ്ട്. ബില്ലിത്തിലാത്ത് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്ന വാചകങ്ങൾക്കാണ് ഏറ്റവും പുണ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി നമുക്ക് നീട്ടാതെ പോകാണെങ്കിൽ വേഗം പിരിഞ്ഞു പോവാ. സംസ്ഥാനീയ എന്ന സംഘടനയുണ്ടല്ലോ, സംസ്ഥാനീയ എന്ന സംഘടന അവരുടെ സമ്മേളനങ്ങളിലൊക്കെ പാണക്കാട് കുടുംബത്തിലെ കുട്ടികൾ പോകുന്നുണ്ട് എന്നുള്ള ചില ആളുകളുടെ വിവാദങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ എന്താണ് ആ സംഘടനയെ കുറിച്ച് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണം. ഈ മൈക്ക് അടുത്ത് പിടിച്ചുകൊണ്ട് ശകലൊന്ന് തിരിച്ചാണ് എന്താ പറഞ്ഞത്? സംസ്ഥാനീയ കോളേജിന്റെ സമ്മേളനങ്ങളിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ പോകുന്നതൊക്കെ കുറിച്ച് വ്യക്തമാക്കും. സമസ്തന്റെ അല്ലാത്ത ചില പരിപാടികൾ പാണക്കാടത്തെ കുട്ടികൾ പോകുന്നതായി കേൾക്കുന്നുണ്ട്. എന്താണ് എന്റെ അവസ്ഥ അല്ലേ? നമുക്ക് അന്വേഷിച്ചു. അവർ പോകാൻ സാധ്യതല്ല. സംസ്ഥാനന്റെ പരിപാടിയാ. സംസ്ഥാനന്റെ പരിപാടി ചിലപ്പോൾ പോകാൻ സാധ്യത. എന്നുവെച്ചാല് സംസ്ഥാന ഒരു വഴിതെറ്റിയ വികാരത്തിന്റെ പ്രസ്ഥാനമായി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. സമസ്ഥാനയും സമസ്തയും തമ്മിൽ ആകെ വ്യത്യാസത്തിലുള്ളതോ ചെറിയൊരു വ്യത്യാസം. ഈ ജുമാന്റെ ഖുതുബ വാങ്ങി അതൊക്കെ മൈക്കിൽ കൊടുക്കാൻ പറ്റുമോ? നബിതങ്ങളുടെ കാലത്ത് മൈക്കില്ലല്ലോ. ഖുതുബ 40 ആളെ കേൾപ്പിക്കണ്ടേ, വാങ്ങി മൈക്കിൽ കൂടി ആയാലും ശരിയാവുമോ? ഓരോരു സംശയം അവർക്ക്. അങ്ങനെ ചെറിയൊരു പ്രശ്നമാണ് നമ്മളവരും തമ്മിലുള്ളത്. വാങ്ങും അങ്ങനെ തന്നെ. അപ്പോ ഞാനത് അത്ഭുതപ്പെട്ടു. ആ പറഞ്ഞാൽ അവർക്കും വലിയ വിശ്വാസമില്ല. അപ്പൊ വണ്ടൂര് അവരുടെ ടൗണിലെ പള്ളിയിൽ മൈക്കിലെ വാങ്ങി വിളിക്കുന്നത്. അതിന്റെ വലിയ നേതാവ് നജീബ് മൗലവി പറഞ്ഞ നേതാവുണ്ട്. അയാളെ നാട്ടിലാണ് പള്ളി ഉണ്ടാക്കുന്നത്. ആ പള്ളിയിൽ അണ്ടർ മൈ കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ഇഖാമത്ത് കൊടുക്കാൻ നേരത്ത് വേറെ ബാങ്ക് കൂടി കൊടുക്കും. അപ്പൊ ഈ ബാങ്ക് എന്തിനാ വെച്ചാൽ മൂപ്പർക്ക് ഉത്തരല്ല, ആൾക്കാരെ അറിയിക്കാനാ. അപ്പൊ ആ പറഞ്ഞ ഒൽക്കന്നെ വലിയൊരു ഉറച്ച നിലപാടൊന്നും ഇല്ല. പക്ഷേ അതിന് നേതൃത്വം കൊടുത്ത വലിയ മഹാനായ പണ്ഡിതൻ സ്വതഫത്തുല്ലാഹി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദയുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനാണ്. ഏപ്രിൽ പോലെ പുറത്തു വന്നാൽ ഈ ചെറിയൊരു മസലിന്റെ പേരിൽ മൂപ്പര് യോജിക്കാത്തതുകൊണ്ട് പുറത്തു പോകുന്നതാണ്. ഒരു വളരെ സൂക്ഷ്മതയിൽ തന്നെ ജീവിതം നയിച്ച് നല്ല നിലയിൽ മരിച്ചുപോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഒരു വഴിതെറ്റിയ ആളല്ല. ശാഖാപരമായ കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഗൗരവമാക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ്. അധ്യക്ഷൻ നിലനിർത്താതെ വേറെ ആരെങ്കിലും ഉണ്ടോ അടുത്തതായിട്ട് ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക്കും. ഈ വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച ജുമഅക്ക് സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല, അൽ ഹതാക ഹദീസുൽ ഫാസിൽ, ഈ 2 സൂറത്ത് ഈ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച ജുമഅക്കും വെള്ളിയാഴ്ച രാവിലെ ഇത് നബി സുന്നത്താണ്. ബാക്കിയുള്ള ദിവസം തെറ്റാണ്. ഈ നമ്മളെ സുന്നി പള്ളികളിൽ ഇത് ഓതലേ അല്ല, ഇത് തെറ്റാണ്. ബഹുമാനികളെ, സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉസ്താദ് ഉത്തരം പറഞ്ഞു.
ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാനാണ് തീരുമാനം. എന്താ വെച്ചാലേ വെള്ളിയാഴ്ച രാവിലും ജുമാക്കും ഓരോ സൂറത്തുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അന്ന് അത് പ്രത്യേകം സുന്നത്താണ്. അത് അല്ലെങ്കിൽ സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖീൻ, സൂറത്ത് ഓതൽ സുന്നത്താണ് പ്രത്യേകം കിതാബിലുണ്ട്. മറ്റ് വക്തുകൾ ഇന്ന സൂറത്തിന് പ്രത്യേകം സുന്നത്താണ് പറയാത്തത് കൊണ്ടാണ് മാറി മാറി പോകുന്നത്. ഏതാണ് ഇനി അവസാനിപ്പിച്ചാലപ്പോ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ 10 സ്വലാത്ത് അവിടെ തന്നെ ഇരുന്നിട്ട് തങ്ങളെ പേരിൽ ചൊല്ലാം. സ്വലാത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ആ ചൊല്ലുന്ന സമയത്ത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുന്ന സ്വഹീഹായ ഹദീസ്. അപ്പൊ ആ കിടങ്ങഴിയിൽ വെച്ച് ചെറിയ ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തങ്ങൾ തത്സമയം അറിയുന്ന സ്വഹീഹ ഹദീസ്. ആ തങ്ങളൊരു നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവും, വലിയ ബർക്കത്താ. എന്നിട്ടൊരു ലഘു ദുആ നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു